ഹലോ. ഇതിന്റെ യൂട്യൂബ് ലിങ്ക് എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും എന്റെ വാട്സപ്പിലേക്ക്? എനിക്ക് അതുകൂടി ഒന്ന് ഓപ്പൺ ചെയ്താലേ മറുപടി പറയുമ്പോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഹലോ. 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 ഇതിപ്പോ നമ്മള് മറ്റേ തുടങ്ങുമ്പോ എങ്ങനെയാണ്? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? അതോ അത് കണ്ടു. അതെ. അപ്പൊ ഷെയർ സ്ക്രീൻ ചെറിയ ക്ലാസ് എടുക്കാം. അപ്പൊ എനിക്കിപ്പം അവരെ കാണാനൊന്നും പറ്റില്ലല്ലോ, ആരൊക്കെ ഉണ്ടെന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ലല്ലോ അല്ലേ? ഓക്കെ. അവരുടെ ക്വസ്റ്റ്യൻ. ശരി. അപ്പൊ ഞാൻ എടുത്ത് പോയാൽ മതി അല്ലേ? ഓക്കെ. ശരി. ശരി. ഞാൻ 5 പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ ഓരോന്ന് കഴിയുമ്പോൾ ചോദിക്കാം. ശരി. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ. Good evening all. So today we are here to discuss the soil science topics related to the farm officer test. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ സംസാരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഫാം ഓഫീസർ പരീക്ഷ, യൂണിവേഴ്സിറ്റിയുടെ ഫാം ഓഫീസർ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇന്നിവിടെ സോയിൽ സയൻസുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ
ഡിസ്കസ് ചെയ്ത് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെ ഞാൻ ഒരു 4-5 പ്രസന്റേഷൻസ് ആയിട്ടാണ് ഈ സെഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും സംശയം വരുന്ന സമയത്ത് ചാറ്റ് ബോക്സിൽ അത് ഇടുക. ഞാൻ ഓരോ പവർ പോയിന്റ് പ്രസന്റേഷൻ കഴിയുമ്പോഴും 5 ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് ഉള്ളത്. ആ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും ഒരു ബ്രേക്ക് എടുത്തിട്ട് ആ സെഷനിലുള്ള സംശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനത് എൻ്റെ പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഷെയർ ചെയ്യുകയാണ്. ഇത് 5 ടോപ്പിക് ആണെന്ന് പറഞ്ഞു. ഈ 5 ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ ഈ ഒരു ഫാം ഓഫീസർ ടെസ്റ്റിന്റെ സിലബസിൽ പറയുന്ന 5 ടോപ്പിക്കുകളാണ്. അതായത് ആദ്യം ഒരു ഇൻട്രഡക്ടറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സോയിൽ സയൻസിന്റെ ഡിഫറെന്റ് അപ്രോച്ചസും അതുപോലെ അതിന്റെ റോക്സ് ആൻഡ് മിനറൽ, പിന്നീട് വെതറിങ്, അങ്ങനെയുള്ള ഒരു ടോപ്പിക്കുകളാണ്. അതുപോലെ തന്നെ പിന്നീട് സോയിൽ ഫെർട്ടിലിറ്റി മാനേജ്മെന്റ്, പിന്നീട് സോയിൽ കൊളോയിഡ്സ്, അത് കഴിഞ്ഞ് പ്രോബ്ലം സോയിൽസ് ഓഫ് കേരള, പിന്നെ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം തുടങ്ങിയ എല്ലാം ഉൾപ്പെടുന്ന ഒരു സെഷനാണ് ഇന്ന്. കുറച്ച് സെഷൻസ് പിന്നീട് മറ്റൊരു അവസരത്തിൽ കൈകാര്യം ചെയ്യാം. ഏതായാലും ഒരു 75% ഓഫ് ദി സിലബസ് ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യുകയാണ്, ഫസ്റ്റ് പ്രസന്റേഷൻ. ഈ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത് സോയിൽ സയൻസിനെ പറ്റിയിട്ടുള്ള ഇൻട്രഡക്ഷറി ടോപ്പിക്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോയിൽ എന്ന് പറയുന്നത് ഇത് ഡിറൈവ് ചെയ്ത വേർഡ്, ലാറ്റിൻ വേർഡ് സോളം എന്നാണ്. സോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ. സോ യു ഷുഡ് നോ വാട്ട് ഈസ് സോയിൽ, ഫ്രം വിച്ച് വേർഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം വേർഡ് സോളം. സോളം മീനിങ് ഈസ് ഗ്രൗണ്ട് ഓർ ഫ്ലോർ. അതാണ് ആ മീനിങ്. Definition, as you know, it's a natural occurring body formed due to combined influence of climate and organisms acting on parent materials as conditioned by relief over a period of time. Anyway, if you should understand who is the father of soil science. Dokuchev is considered. He is considered as the Russian scientist. Dokuchev, he is considered as father of soil science. The volume, a typical composition of the soil volume is given below. Out of the total 100% volume, 45% is mineral matter, 45%. Then 5% is organic matter. Then soil water is 25% by volume. Soil air is again 25%. ഇതാണ് ഇതിന്റെ 4 ഫ്രാക്ഷൻസ്. എയർ 25%, വാട്ടർ 25%, ഓർഗാനിക് മാറ്റർ 5%, 45% മിനറൽ മാറ്റർ. ഇതാണ് ഒരു ടിപ്പിക്കൽ സോയിൽ വോളിയത്തിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, അതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. ഇതിൽ 2 അപ്രോച്ചസ് നമ്മുടെ സോയിൽ സയൻസിലുണ്ട്. ഫോർ സ്റ്റഡിങ് ആൻഡ് ഫോർ മാനേജിങ് സോയിൽ വി ഹാവ് ടു യൂസ് 2 അപ്രോച്ചസ്. അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ ഈസ് പെഡോളജിക്കൽ അപ്രോച്ച്, അനദർ വൺ ഈസ് എഡഫോളജിക്കൽ അപ്രോച്ച്. പെഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിന്റെ ആ ഒരു സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ടാക്സോണമി, ഒറിജിൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്നതാണ് പെഡോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. പെഡോൺ മീൻസ് സോയിൽ തന്നെയാണ്. സോയിൽ, പെഡോൺ, സോയിൽ ആസ് സച്ച്, വിത്തൗട്ട് റിലേറ്റിംഗ് ടു പ്ലാന്റ് ഗ്രോത്ത്. നമ്മൾ അതിനെ പ്ലാന്റ് ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് സോയിലിന്റെ കാര്യം, അതിന്റെ സോയിലിന്റെ കംപ്ലീറ്റ് സ്വഭാവം മാത്രം പഠിക്കുന്നു. അതിന്റെ എന്താണ് ഒറിജിൻ എങ്ങനെയാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതാണ് പെഡോളജി എന്ന് പറയുന്നത്. പെഡോളജിക്കൽ അപ്രോച്ച് ആണ്, അതിനെയാണ് പെഡോളജി എന്ന് പറയുന്നത്. നമ്മൾ അതിൽ വേറൊന്നും
അതിനെ മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് സോയിൽ ആസ് സച്ച്. എന്താണ് അതിന്റെ ഒറിജിൻ, എങ്ങനെയാണ് അതിന്റെ ഏത് ടാക്സോണമി, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിലെ ഹൊറൈസൺസ്, അതൊക്കെ വരുന്നതാണ് പെഡോളജി എന്ന് പറയുന്നത്. എഡഫോളജിക്കൽ അപ്രോച്ച് മീൻസ് actually edaphology is a Greek word, edaphos. Again, it means soil, but it is study of the soil from the standpoint of higher plants. പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് റിലേറ്റ് ചെയ്തുകൊണ്ട് സോയിലിനെ പഠിക്കുന്നതാണ് എഡഫോളജി എന്ന് പറയുന്നത്. എഡഫോളജി. സോ പെഡോളജി മീൻസ് ഒറിജിൻ ഓഫ് സോയിൽ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ. എഡഫോളജി മീൻസ് സ്റ്റഡി ഓഫ് സോയിൽ ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ഹയർ പ്ലാന്റ്സ്. അതർവൈസ് സ്റ്റഡി ഓഫ് സോയിൽ ഇൻ റിലേഷൻ ടു പ്ലാന്റ് ഗ്രോത്ത് ഇസ് കോൾഡ് edaphology. That is the difference between pedology and edaphology. Next, the rocks. About rocks, as you know, rocks ennu paranja endana, they are naturally occurring hard mass of mineral matter formed after the solidification of molten magma comprising of two or more minerals. Aanu rocks ennu parayunnathu. Examples: granite, basalt and gneiss. They are the examples of rocks. And petrology, it is the branch of science dealing with the study of rocks. റോക്സിനെ പറ്റി പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ചിന് നമ്മൾ പെട്രോളജി എന്ന് പറയുക. സോയിൽ സയൻസിൽ നമുക്ക് എഡഫോളജിയും പെഡോളജിയും ഉണ്ട്. ഈ റോക്സിനെ പറ്റി പ്രത്യേകമായി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് പെട്രോളജി. ആൻഡ് ഹിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് റോക്സ്, അതാണ് പെട്രോഗ്രാഫി. ആൻഡ് ഒറിജിൻ ഓഫ് റോക്സ് ഈസ് പെട്രോജെനസിസ്. പെട്രോളജിയിലെ രണ്ട് ബ്രാഞ്ചുകളാണ് പെട്രോഗ്രാഫിയും പെട്രോജെനസിസും. പെട്രോഗ്രാഫി മീൻസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റോക്സ്. Petrogenesis means origin of the rocks. So, petrology ഭാഗമായിട്ട് പഠിക്കുകയാണെങ്കിൽ, so you should understand the origin and characteristics of rocks before studying about the soil. സോയിൽ ഉണ്ടാകുന്ന റോക്സ് എന്നായതുകൊണ്ട് തന്നെ ഈ റോക്സിന്റെ പഠനം അല്ലെങ്കിൽ പെട്രോളജി എന്ന് പറയുന്നത് സോയിൽ സയൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. സോ യു ഷുഡ് നോ വാട്ട് ആർ റോക്സ്, which are different types of rocks, how they are formed, etc. So there are three different types of rocks. They are igneous rocks, sedimentary rocks, and metamorphic rocks. They are the three types of rocks. So let us discuss one by one. Igneous rocks. Igneous rocks means they are the rocks formed by the cooling and crystallization of molten materials or magma beneath the earth's surface. ഭൂമിയുടെ അടിയിൽ നിന്നുള്ള ആ ഒരു മോൾട്ടൺ മാഗ്മ സോൾഡിഫൈ ചെയ്ത് പുറത്ത് വന്ന് സോൾഡിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് റോക്കാണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. സോ ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ ദി കൂളിംഗ് ഓഫ് മോൾട്ടൺ മാഗ്മ ബിനീത്ത് ദി എർത്ത് സർഫസ്. ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. നമ്മുടെ മോൾട്ടൺ മാഗ്മ ഇവിടെ കാണുന്ന പോലെയാണ്. അത് ബൈ സം റീസൺസ് നമ്മുടെ ഒരു ലാവ ഫ്ലോയിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ അത് പുറത്ത് വരുമ്പോൾ അത് അവിടെ തണുത്ത് ഉറഞ്ഞ് ഭൂമിയുടെ പുറത്തുണ്ടാവുന്ന പാറകളെയാണ് ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് കൈൻഡ് ഓഫ് റോക്സ്. സോ മെനി എക്സാമ്പിൾസ് ആർ ദർ ഫോർ ദീസ് ഇഗ്നിയസ് റോക്സ്. നമുക്ക് വളരെ പരിചയമായിട്ടുള്ള രണ്ട് ഇഗ്നിയസ് റോക്സ് ആണ് ബസാൾട്ടും ഗ്രാനൈറ്റും. ദെൻ പുമൈ സ്റ്റോൺ, റയോലൈറ്റ്, സോറിയ, all these are examples of igneous rocks. So you should know what is igneous rock and examples for igneous rocks. Then again, igneous rocks can again be classified based on the origin and also based on the chemical composition. നമുക്ക് ഈ ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ എന്ന് മലയാളത്തിൽ പറയും. അത് നമുക്ക് പിന്നെയും പലതരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ഒറിജിൻ, എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് രൂപപ്പെടുന്നത് എന്നതനുസരിച്ച് രണ്ട് മേജർ കൈൻഡ് ഉണ്ട്. ദേ ആർ എക്സ്ട്രൂസീവ് ഓർ വോൾക്കാനിക് റോക്സ് ആൻഡ് ഇൻട്രൂസീവ് ഓർ പ്ലൂട്ടോണിക് റോക്സ്. അതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഇഗ്നിയസ് റോക്സിന്റെ. ഈ എക്സ്ട്രൂസീവ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാക്ക് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. എർത്തിന്റെ സർഫസിൽ അത് ആ ലാവ വന്നിട്ട് അവിടെ ഉടൻ തന്നെ അവിടെ വെച്ചിട്ട് തന്നെ അത് സോൾഡിഫൈ ചെയ്യുകയാണ്. എർത്ത് സർഫസിൽ വെച്ച് തന്നെ അത് സോൾഡിഫൈ ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ. അങ്ങനെ പെട്ടെന്ന് സോൾഡിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, ആ ഒരു ഫൈൻ ഗ്രൈൻഡ് ആയിട്ട് മാറും. അത് വളരെ പെട്ടെന്ന് തണുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗ്രാജുവൽ കൂളിംഗ് അല്ല, പെട്ടെന്നുള്ള ഒരു കൂളിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ വളരെ ഫൈൻ ആയിട്ട് മാറും. ഫൈൻ ഗ്രൈൻഡ് ആണ്, വളരെ ഇതായിട്ട് പൊടിഞ്ഞ് വളരെ ഫൈൻ ആയിട്ട് മാറും. അങ്ങനെയുള്ള ഒരു എക്സ്ട്രൂസീവ് അല്ലെങ്കിൽ അതിന് വോൾക്കാനിക് റോക്സ് എന്നും പറയും. അതിന് എക്സാമ്പിൾസ് ആണ് ബസാൾട്ട്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ബസാൾട്ട് ആണ്. അതുപോലെ ആൻഡിസൈറ്റ് ഒക്കെ ഉണ്ട്, എങ്കിലും ബസാൾട്ട് ആണ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ കാണപ്പെടുന്ന റോക്കാണത് ബസാൾട്ട് പറയുന്നത്. അത് ഫൈൻ ഗ്രൈൻഡ് ആണ്,
അത്രയും വളരെ ഫൈനായിട്ട് മാറും. കാരണം സർഫസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ അത് സോളിഡിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫൈൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. ആ കാര്യം ഓർത്തിരുന്നാൽ മതി. അപ്പം മോഡ് ഓഫ് ഒറിജിൻ അത് എക്സ്ട്രൂസീവ് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്ക് ആണ്. അതിന് എക്സാമ്പിൾ ബസാൾട്ട് ആണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രൂസീവ് റോക്ക് ആണ്. മറ്റൊരു പേര് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയും. ഇൻട്രൂസീവ് അല്ലെങ്കിൽ പ്ലൂട്ടോണിക്. അതെന്താ സംഭവിക്കുന്നത്? ഇറ്റ് സോൾഡിഫൈസ് ബിലോ ദ സർഫസ്. അതായത് എർത്തിന്റെ മുകളിലേക്ക് അത് ലാവ വന്ന ഉടനെ തന്നെ സോൾഡിഫൈ ചെയ്യുന്നില്ല. അത് കുറച്ച് താഴത്തേക്ക് അത് ഒലിച്ചിറങ്ങിയിട്ട് വളരെ പതുക്കെയാണ് അത് കൂൾ ചെയ്യുന്നത്. ഗ്രാജുവൽ കൂളിംഗ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പൊടിഞ്ഞ് വളരെ ഫൈനായിട്ട് മാറില്ല. പകരം കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി സ്ലോ ക്രിസ്റ്റലൈസേഷൻ. വളരെ പതുക്കെയാണ് അത് തണുത്തുറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാനൈറ്റ്. നമ്മുടെ നാട്ടിലെ കാണുന്ന ഗ്രാനൈറ്റ്, ഒരു ഡയോറൈറ്റ്. ഗ്രാനൈറ്റ് ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾ അത് അറിഞ്ഞിരിക്കേണ്ടത്. ഇൻട്രൂസീവ് റോക്ക് അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ഒറിജിൻ. മോഡ് ഓഫ് ഒറിജിൻ അനുസരിച്ചുള്ള ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് എക്സ്ട്രൂസീവ് അല്ലെങ്കിൽ വോൾക്കാനിക് റോക്ക്. എക്സാമ്പിൾ ഈസ് ബസാൾട്ട്. അതിന് കാരണം അത് എക്സ്ട്രൂസീവ് ആണ്, അതായത് സർഫസിൽ വെച്ച് തന്നെ കൂൾ ചെയ്യുകയാണ്. അതുകൊണ്ട് അത് ഫൈൻ ഗ്രെയിൻഡ് ആണ്. ഇൻട്രൂസീവ് അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർഫസിന് താഴെയായിട്ടാണ് സോളിഡിഫൈ ചെയ്യുന്നത്. അത് കോഴ്സ് ഗ്രെയിൻഡ് ആണ്. എക്സാമ്പിൾസ് ഗ്രാനൈറ്റ്. ഇനി നമുക്ക് മറ്റ് ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്. അത് ചിലപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് പറഞ്ഞാൽ കെമിക്കൽ കോമ്പോസിഷൻ ആണ്. ഈ ഇഗ്നിയസ് റോക്സ് തന്നെ ചില റോക്ക് അസിഡിക് ആണ്, ചിലത് ബേസിക് ആണ്, ചിലത് ന്യൂട്രൽ ആണ്. അതാണ് അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ആവുന്നത്. എന്തുകൊണ്ടാണ് അസിഡിക് ആവുന്നത്? അസിഡിക് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് സിലിക്ക. മോർ ദാൻ 60% സിലിക്ക ഉണ്ടെങ്കിൽ ആ ഒരു പാറയിൽ 60% കൂടുതൽ സിലിക്ക ഉണ്ടെങ്കിൽ സിലിക്കയുടെ സ്വഭാവം അസിഡിക് ആണ്. അതുകൊണ്ട് തന്നെ ആ റോക്കിനെ നമുക്ക് ആസിഡ് റോക്ക് എന്നാ പറയുക. അതിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ഈസ് ആൻ ആസിഡിക് ഇഗ്നിയസ് റോക്ക് ആണ്. അതേസമയം ബസാൾട്ട്, ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ബസാൾട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ബേസിക് ആണ്. അത് ബേസിക് ആവാനുള്ള കാരണം ഇറ്റ് കണ്ടെയ്ൻസ് ലെസ് ദാൻ 50% സിലിക്കയാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ബസാൾട്ട്. ഇനി ഇതൊന്നുമല്ലാതെ കുറച്ച് റോക്സ് ഉണ്ട്. അത് അസിഡിക്കുമല്ല ബേസിക്കുമല്ല, ന്യൂട്രൽ ആയിരിക്കും. അതിൽ ഇതിനിടയ്ക്ക് അത് 50ക്കും 60ക്കും ഇടയിലാണ് സിലിക്ക കാണുന്നതെങ്കിലാണ് അത് ന്യൂട്രൽ സ്വഭാവം കാണിക്കുന്നത്. അതിന് എക്സാമ്പിൾ ഡയോറൈറ്റ്, ആൻഡിസൈറ്റ് എന്നിവയാണ്. അപ്പൊ ഇത്രയുമാണ് ഈ റോക്സിന്റെ ക്ലാസിഫിക്കേഷൻ. ചിലപ്പോൾ 1 or 2 അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് വരാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് റോക്ക് അനുസരിച്ച് എക്സാമ്പിൾ ഫോർ എക്സ്ട്രൂസീവ് വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ എക്സാമ്പിൾ ഫോർ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക് ഒക്കെ ചോദിക്കാം. എക്സാമ്പിൾ ഫോർ അസിഡിക് ഇഗ്നിയസ് റോക്ക്, എക്സാമ്പിൾ ഫോർ ന്യൂട്രൽ ഇഗ്നിയസ് റോക്ക്, എക്സാമ്പിൾ ഫോർ ബേസിക് ഇഗ്നിയസ് റോക്ക്. അപ്പോൾ അതിന്റെ ആ ഒരു സ്വഭാവം എന്താണെന്നും എത്ര % എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ് വി ഷാൽ സ്റ്റഡി അബൌട്ട് സെഡിമെന്ററി റോക്സ്. നമ്മൾ പറഞ്ഞു there are 3 major kinds of rocks. They are igneous rocks, sedimentary rocks and metamorphic rocks. Igneous rocks എന്താണെന്നും അതിന്റെ ക്ലാസിഫിക്കേഷനും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ സ്റ്റഡിങ് അബൌട്ട് സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലാവ അല്ലെങ്കിൽ ഒരു മോൾട്ടൺ മാഗ്മ കൂൾ ചെയ്തിട്ടുണ്ടാകുന്ന റോക്കല്ല, മറിച്ച് ഓൾറെഡി എക്സിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞ റോക്കിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്നതാണ് സെഡിമെന്ററി റോക്സ്. ഈ സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞ മീനിങ് നമുക്കറിയാം. ഡെപ്പോസിറ്റ് ചെയ്ത് ലെയർ ബൈ ലെയർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, അതാണ് അതിന്റെ ഉദ്ദേശം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ഒരു റോക്ക് നേരത്തെ ഉള്ള റോക്ക് പല കാരണങ്ങളാൽ അവിടെ വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് അത് മാറ്റപ്പെടുകയും അതിന്റെ പല പല ലെയർ ആയിട്ട് അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും, പുതിയ സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റോക്കിനെയാണ് നമ്മൾ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. സെഡിമെന്ററി റോക്ക്. അപ്പൊ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോക്സ് ബ്രേക്ക് ഡൗൺ ആവുന്നു. എന്നിട്ട് അതിന്റെ ആ സെഡിമെന്റ്സ് ഒക്കെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട് അവിടെ അതെന്ത് ചെയ്യുന്നു, ഒരു പല ലെയർ ആയിട്ട് സ്ട്രാറ്റ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന റോക്കാണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. സോ ദേ ആർ ഫോംഡ് ഫ്രം സെഡിമെന്റ്സ് ഷോയിങ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ. അപ്പൊ അങ്ങനെ സെഡിമെന്റം എന്ന് പറയുന്നത് സെറ്റിലിംഗ് എന്നാണ് അതിന്റെ മീനിങ്. നമുക്കറിയാം സെഡിമെന്റേഷൻ, സെറ്റിൽ ചെയ്യുക, അതങ്ങനെ സെറ്റിൽ ചെയ്ത് ഉണ്ടാവുന്നതാണ്. അപ്പൊ മുന്നേ ഉണ്ടായ റോക്ക് പൊടിഞ്ഞിട്ട് അതിന്റെ പാർട്സ് ഒക്കെ അതിന്റെ ആ റോക്ക് ഡെബ്രിസ് നമ്മൾ വേറൊരു ഭാഗത്ത് സെറ്റിൽ ചെയ്ത് ഉണ്ടാവുന്ന റോക്കാണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് അറിയണം. ഇതാണ് നമ്മൾ കാണുന്ന പല പല സെഡിമെന്ററി റോക്സ് ആണ്. കോൺഗ്ലോമറേറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സെഡിമെന്ററി റോക്ക്. കോൺഗ്ലോമറേറ്റ്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഷെയിൽ എന്ന് പറയും. ഷെയിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെഡിമെന്ററി റോക്ക്. ദെൻ സാൻഡ് സ്റ്റോൺ, അതുപോലെ ലൈം സ്റ്റോൺ, ഇതൊക്കെ എക്സാമ്പിൾസ് ഫോർ സെഡിമെന്ററി റോക്സ് ആണ്. സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ ഒക്കെ തന്നെ.
So that's all about the sedimentary rock and how it is formed and the examples of sedimentary rocks. Next, we shall study about the metamorphic rocks. What are metamorphic rocks? Metamorphic rock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are actually formed by the transformation of existing rocks by the process of metamorphosis. It means change in form. Metamorphism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ചേഞ്ച് സംഭവിക്കുന്നു. Sometimes chemical changes may occur, sometimes physical changes may occur. അങ്ങനെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് റോക്കിൽ നിന്ന്, അത് ഇഗ്നിയസ് റോക്ക് ആവാം, സെഡിമെന്ററി റോക്ക് ആവാം, അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉണ്ടാകുന്ന പുതിയ റോക്കിനെയാണ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. സോ സ്ട്രക്ചർ ആൻഡ് മിനറൽ കോമ്പോസിഷൻ ഓഫ് മെറ്റമോർഫിക് റോക്സ് ഡിപെൻഡ് അപ്പോൺ ദി കോമ്പോസിഷൻ ഓഫ് ദി ഒറിജിനൽ റോക്ക് ആൻഡ് ദി കൈൻഡ് ഓഫ് മെറ്റമോർഫിസം. അത് രണ്ട് രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ഡൈനാമോ മെറ്റമോർഫിസം എന്ന് പറയും, അതായത് ഫിസിക്കൽ ചേഞ്ച് ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിന് ഡൈനാമോ മെറ്റമോർഫിസം എന്ന് പറയും. അത് തെർമൽ മെറ്റമോർഫിസം നടക്കാറുണ്ട്, ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുള്ള സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റമോർഫിക് റോക്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾസ് പറയാം. നീസ് ഈസ് എ മെറ്റമോർഫിക് റോക്ക്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്, ആസ് യു നോ, ഇറ്റ് ഈസ് എ ഇഗ്നിയസ് റോക്ക്. ഇറ്റ്സ് എൻ അസിഡിക് ഇഗ്നിയസ് റോക്ക്. അപ്പൊ ആ റോക്ക് ഓൾസോ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ദാറ്റ് granite upon transformation will form the metamorphic rock Gneiss, GNEISS. ഗ്രാനൈറ്റിൽ നിന്നും അതുപോലെ ആന്റിസൈറ്റ് എന്നൊക്കെ ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന റോക്കാണ് നീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ മെറ്റമോർഫിക് റോക്ക്. അനദർ എക്സാമ്പിൾ ഇസ് ഷിസ്റ്റ്. ഷിസ്റ്റ് എന്ന് പറയുന്നത് മൈക്ക പോലെയുള്ള മിനറൽസ് ലെയേർഡ് ആയിട്ട് ഉണ്ടാകുന്ന മൈക്ക, അതിൽ നിന്നുണ്ടാകുന്നതാണ് ഷിസ്റ്റ് എന്ന് പറയുന്നത്. ഷിസ്റ്റ്. ദെൻ സ്ലൈറ്റ്. സ്ലൈറ്റ് എന്ന് പറയുന്നത് ഷെയിൽ എന്ന് പറയുന്ന സെഡിമെന്ററി റോക്കിന്റെ കൺവേർഷൻ നടന്നിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ് സ്ലൈറ്റ്. സ്ലൈറ്റ് ഈസ് ദി മെറ്റമോർഫിക് റോക്ക് ഫോംഡ് ഫ്രം ഷെയിൽ. ദെൻ ക്വാർട്സൈറ്റ്. Quartzite means it is formed from sandstone. Quartzite. So it is a recrystallized quartzitic sandstone formed by the action of heat and pressure. Then marble. It is a well-known popular metamorphic rock formed from limestone. Marble is formed from limestone. Limestone is a sedimentary rock, and marble is formed from this limestone. So these are the examples of metamorphic rock. നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, ഈ മെറ്റമോർഫിക് റോക്കിന്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ അത് ഏത് റോക്കിൽ നിന്നാണ് ഉണ്ടായത് എന്ന് കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. So you should know that gneiss is formed from granite, schist is formed from that mica schist, then slate is formed from shale, quartzite from sandstone, and marble from limestone. So you should know these examples. Now another important question that may come for the examination, that is what is the composition of the upper 5 kilometer of the earth's crust. ഇവിടെ എർത്തിന്റെ ക്രസ്റ്റിലെ ആദ്യത്തെ 5 കിലോമീറ്റർ, ഏറ്റവും മുകളിലുള്ള 5 കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ അവിടെ ഈ റോക്കിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ്, ഏത് റോക്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്? നമ്മൾ എർത്തിന്റെ മൊത്തമായിട്ട് എടുക്കുമ്പോൾ അത് വേറൊരു രീതിയിലാണ് വരുന്നത്, എർത്ത് ക്രസ്റ്റ്. പക്ഷെ ഇവിടെ നമ്മൾ അപ്പർ 5 കിലോമീറ്റർ ഓഫ് എർത്ത് ക്രസ്റ്റ് ചോദിക്കാറുണ്ട്. അപ്പർ 5 കിലോമീറ്റർ എർത്ത് ക്രസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോക്ക് സെഡിമെന്ററി റോക്കാണ്. 74% ഈസ് സെഡിമെന്ററി റോക്സ് ഇൻ ദി അപ്പർ 5 കിലോമീറ്റർ ഓഫ് എർത്ത് ക്രസ്റ്റ്. അവിടെ ഇഗ്നിയസ് റോക്സ് ഓൺലി 18% ആണ്, ബാക്കിയുള്ള റോക്സ് 8% ആണ്. അപ്പൊ അപ്പർ 5 കിലോമീറ്റർ ഓഫ് എർത്ത് ക്രസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ സെഡിമെന്ററി റോക്സ് ആണ് ഏറ്റവും കൂടുതൽ, 74%. ഇഗ്നിയസ് റോക്സ് 18% ഉള്ളൂ. ഈ സെഡിമെന്ററി റോക്സ് തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഷെയിലാണ്. ഷെയിൽ, ദെൻ സാൻഡ്സ്റ്റോൺ, ദെൻ ലൈംസ്റ്റോൺ. ഇഗ്നിയസ് റോക്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗ്രാനൈറ്റ്, ദെൻ ബസാൾട്ട്. ഈ ഒരു പ്രൊപ്പോർഷൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ എർത്തിന്റെ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ, എർത്ത് ക്രസ്റ്റ് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇഗ്നിയസ് റോക്കാണ്. ആ ഡിഫറൻസ്, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഇഗ്നിയസ് റോക്സ് 95% ആണ്, സെഡിമെന്ററി റോക്സ് 5% ആണ്. അപ്പൊ അപ്പർ 5 കിലോമീറ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ സെഡിമെന്ററി റോക്കും പിന്നീട് ഇഗ്നിയസ് റോക്കുമാണ്. അതേസമയം നമ്മൾ ക്വസ്റ്റ്യൻ എർത്ത് ക്രസ്റ്റ് മൊത്തമായിട്ടാണ്, എർത്ത് ക്രസ്റ്റ് ആസ് എ വോൾ, അതിന്റെ കോമ്പോസിഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ 95% ഇഗ്നിയസ് റോക്കാണ്, സെഡിമെന്ററി റോക്ക് 5% ഉള്ളൂ. അത് താഴത്തേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് ഇഗ്നിയസ് റോക്ക് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഓൺലി 5% ഈസ് സെഡിമെന്ററി റോക്ക്, അതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇഗ്നിയസ് റോക്സ് ആർ ഡോമിനന്റ് ഇൻ ഡീപ്പർ ലെയേഴ്സ്.
പക്ഷെ ഏറ്റവും സർഫസിൽ മാത്രം നമ്മുടെ സെഡിമെന്ററി റോക്കാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഈ റോക്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ഷുഡ് സ്റ്റഡി വാട്ട് ഈസ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ദി മിനറൽസ്. സോ ആസ് യു നോ, റോക്സ് ആർ ഫോംഡ് ഓഫ് 2 or more than 2 types of minerals, and these minerals are of different types. അതാണ് അടുത്ത മനസ്സിലാക്കേണ്ടത്. റോക്സ് ഉണ്ടായിരിക്കുന്ന അതിന്റെ അത് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്ന മിനറൽസിന്റെ കോമ്പോസിഷൻ അറിഞ്ഞിരിക്കണം. So based on the mode of origin, there are 2 types of minerals. They are primary minerals and secondary minerals. ആ 2 ടൈപ്പ് മിനറൽസ് ആണുള്ളത്, പ്രൈമറി മിനറൽസും സെക്കൻഡറി മിനറൽസും. എന്താണ് പ്രൈമറി മിനറൽസ്? പ്രൈമറി മിനറൽസ് എന്ന് പറയുന്നത് they are formed due to the crystallization of molten magma. നമ്മുടെ റോക്ക് ഉണ്ടാകുന്ന സമയത്ത് റോക്കിന്റെ കൂടെ ഉണ്ടാകുന്ന ആ ഒരു റോക്കിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന മിനറൽസിനെയാണ് പ്രൈമറി മിനറൽസ് പറയുന്നത്. റോക്ക് നമ്മൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആദ്യം ഉണ്ടാകുന്ന റോക്ക് എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്കാണ്, അതായത് മോൾട്ടൺ മാഗ്മയുടെ ഈ ഒരു കൂളിംഗ് കൊണ്ട് ഉണ്ടാവുന്നത്, ക്രിസ്റ്റലൈസേഷൻ കൊണ്ടുള്ളത്. അപ്പൊ മോൾട്ടൺ മാഗ്മ ക്രിസ്റ്റലൈസ് ചെയ്ത് ഇഗ്നിയസ് റോക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ റോക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന മിനറൽസിനെയാണ് പ്രൈമറി മിനറൽസ് പറയുന്നത്. They are the original components of the rocks and are inherited from the parent rocks. They make up the main part of the sand and silt fractions of soil and formed of elevated temperature. Examples of the primary minerals are micas, hornblende and quartz. ഈ മൈക്കാസ്, ഹോൺബ്ലെൻഡ്, അതുപോലെ ക്വാർട്സ്, പിന്നെ ഫെൽസ്പാർ, ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി മിനറൽസ് ആണ്. പ്രൈമറി മിനറൽസിന്റെ എക്സാമ്പിൾസ് എന്താണ് പ്രൈമറി മിനറൽസ് എന്നും അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. മൈക്കാസ്, ഹോൺബ്ലെൻഡ്, ക്വാർട്സ്, ദേ ആർ എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി മിനറൽസ്. അതുപോലെ ഫെൽസ്പാർ, അതും പ്രൈമറി മിനറലാണ്. ഈ പ്രൈമറി മിനറൽസ് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഓർത്തോസിലിക്കേറ്റ്, ഈനോസിലിക്കേറ്റ്സ്, ഫില്ലോസിലിക്കേറ്റ്സ്, ടെക്ടോസിലിക്കേറ്റ്സ്, അങ്ങനെ പല ഗ്രൂപ്പായിട്ടാണ് ഈ പ്രൈമറി മിനറൽസിനെ നമുക്ക് കാണാൻ കഴിയുക. അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഡീറ്റെയിൽഡ് കെമിസ്ട്രി ഒന്നും ഇപ്പം ഒരു ഈ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടി വരില്ല. ജസ്റ്റ് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ മാത്രം അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈമറി മിനറൽസ്: ഓർത്തോസിലിക്കേറ്റ്, ഈനോസിലിക്കേറ്റ്, ഫില്ലോസിലിക്കേറ്റ് ആൻഡ് ടെക്ടോസിലിക്കേറ്റ്. അങ്ങനെ 4 ഗ്രൂപ്പാണ് ഈ പറയുന്ന പ്രൈമറി മിനറൽസ് ഉള്ളത്. അതുപോലെ സെക്കൻഡറി മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈമറി മിനറൽസ് ആദ്യം തന്നെ റോക്കിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. സെക്കൻഡറി മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമറി മിനറൽസിൽ നിന്നും പിന്നീട് ഉണ്ടാവുന്നതാണ്. അത് മിക്കവാറും ഈ വെതറിങ്ങിന്റെ സമയത്ത് ഉണ്ടാവുന്നതാണ്, സോയിൽ ഫോർമേഷന്റെ സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന സെക്കൻഡറി മിനറൽസ്. റോക്കിൽ നിന്നും സോയിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രൈമറി മിനറൽസ് ബ്രേക്കപ്പ് ചെയ്തിട്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് ഒക്കെ കൂടി ഒന്ന് റീക്രിസ്റ്റലൈസ് ചെയ്ത് പിന്നെ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ മണ്ണിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ഈ സെക്കൻഡറി മിനറൽസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ക്ലേ മിനറൽസും മറ്റ് സർപ്പന്റൈൻ, ഒലിവൈൻ തുടങ്ങി അങ്ങനെയുള്ള കുറെ മിനറൽസ് ഒക്കെ സെക്കൻഡറി മിനറൽസ് ആണ്. അപ്പൊ മിനറൽസ് വിച്ച് ആർ ഫോംഡ് ഫ്രം ദി പ്രൈമറി മിനറൽസ് ഇൻ റോക്സ്, ദേ ആർ കോൾഡ് സെക്കൻഡറി മിനറൽസ്. എക്സാമ്പിൾ ക്ലേ മിനറൽസ് ആണ്. അതിന്റെ നമ്മൾ ആ എമൗണ്ട് ബേസ്ഡ് ഓൺ ദി എമൗണ്ട് ഇൻ റോക്സ് ദർ ആർ എസെൻഷ്യൽ മിനറൽസ് ആൻഡ് ആക്സറി മിനറൽസ്. ഈ റോക്കിന്റെ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് അത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട മിനറൽസിനെയാണ് എസെൻഷ്യൽ മിനറൽസ് എന്ന് പറയുന്നത്. ആ എസെൻഷ്യൽ മിനറൽസിന് പുറമെ കുറച്ച് എക്സ്ട്രാ കാണുന്ന മിനറൽസ് ആണ് ആക്സറി മിനറൽസ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ടൈപ്പ് മിനറൽസ് ഉണ്ട്. ഈ എസെൻഷ്യൽ മിനറൽസിന്റെ എക്സാമ്പിൾസ് ആണ് കാൽസൈറ്റ്, ഫെൽസ്പാർ, പൈറോക്സിൻസ്, മൈക്ക. അതൊക്കെ എസെൻഷ്യൽ മിനറൽസ് ആണ്. അതായത് റോക്കിന്റെ സ്ട്രക്ചറിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇന്നവിറ്റബിൾ ആയിട്ട് കാണപ്പെടുന്ന ആ ഒരു പാർട്ട് ഓഫ് മിനറൽസ് ആണ് എസെൻഷ്യൽ മിനറൽസ് എന്ന് പറയുന്നത്. ദേ ആർ ദി ചീഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദി റോക്സ്, ഫോം ദി മേജർ പാർട്ട് ഓഫ് റോക്സ്. 95-98% ആ റോക്കിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന മിനറൽസ് ആണ് എസെൻഷ്യൽ മിനറൽസ്. അതാണ് ഫെൽസ്പാറും മൈക്കയും കാൽസൈറ്റും പൈറോക്സിനും ഒക്കെ. ആക്സറി മിനറൽസ് എന്ന് പറയുന്നത് ദേ ആർ പ്രസന്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി, വളരെ കുറച്ച് മാത്രമേ കാണപ്പെടുള്ളൂ. ഏറ്റവും കൂടെ കാണപ്പെടുന്നത് ഒരു റോക്കിൽ ഏറ്റവും കൂടെ കാണപ്പെടുന്നത് എസെൻഷ്യൽ മിനറൽസ് ആണെങ്കിൽ അതിന്റെ കൂടെ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന അഡീഷൻസ് ആണ് ഈ ആക്സസറി മിനറൽസ് എന്ന് പറയുന്നത്. ഒരു 2-5% ഉണ്ടാവുകയുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് ഈ അപ്പറ്റൈറ്റ്, പൈറൈറ്റ്, മാഗ്നറ്റൈറ്റ്, ടൗർമാലിൻ തുടങ്ങിയൊക്കെ. ഇതെല്ലാം തന്നെ പിന്നീട് നമ്മുടെ മണ്ണ് ഉണ്ടാകുന്ന സമയത്ത് ഈ ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മൂലകങ്ങൾ നൽകുന്നതാണ്. ഫോർ എക്സാമ്പിൾ അപ്പറ്റൈറ്റ് നമ്മൾ കാൽസ്യവും ഫോസ്ഫറസും കൊടുക്കുന്നതാണ്. ടൗർമാലിൻ നമുക്കറിയാം ഒരു ബോറോൺ കൊടുക്കുന്ന മിനറലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പക്ഷെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മണ്ണിൽ കാണപ്പെടുന്ന മിനറൽസിയാണ് നമ്മൾ ഈ ആക്സസറി മിനറൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എർത്ത് ക്രസ്റ്റ് മൊത്തം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ റോക്കിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഈ മിനറൽസിന്റെയും ഒരു കോമ്പോസിഷൻ പറയാൻ കഴിയും. നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാജിയോക്ലൈസ് ഫെൽസ്പാർ ആണ്.
പിന്നീട് പൊട്ടാസ്യം ഫെൽസ്പാർ ആണ്. രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് പറയാം ഫെൽസ്പാർ. ഫെൽസ്പാർ ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ. ദി മോസ്റ്റ് അബണ്ടന്റ് മിനറൽ ഇൻ ദി എർത്ത് ക്രസ്റ്റ് ഈസ് ചോദിക്കുകയാണെങ്കിൽ ഫെൽസ്പാർ ആണ്. ഫെൽസ്പാറിന് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്ലാജിയോക്ലേസും പിന്നെ പൊട്ടാസ്യവും. എന്തായാലും അത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ മതി. ഫെൽസ്പാർ ആണ് ഏറ്റവും മോർ ദാൻ 50% ഓഫ് ദി മിനറൽസ് ഇൻ എർത്ത് ക്രസ്റ്റ് ഈസ് ഫെൽസ്പാർ. അത് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മോസ്റ്റ് അബണ്ടന്റ് ഈസ് ക്വാർട്സ്. പിന്നീട് പൈറോക്സിൻ, ആംഫിബോൾ, മൈക്ക, ക്ലേ ഒക്കെ ഉണ്ട്. ബാക്കി പല മിനറൽസും ഉണ്ട്. അപ്പൊ മിനറൽസ് എന്ന് പറയുന്നത് റോക്കിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് ആണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി മിനറൽസും സെക്കൻഡറി മിനറൽസും. ഈ പ്രൈമറി മിനറൽസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എസെൻഷ്യലും അതുപോലെ ആക്സസറിയും. ഇനി സെക്കൻഡറി മിനറൽസ് എന്ന് പറയുന്നത് പ്രൈമറി മിനറൽസ് നിന്ന് പിന്നീട് ഉണ്ടാവുന്നതാണ്. അത് സോയിൽ ഉണ്ടാകുന്ന സമയത്ത്, റോക്ക് പൊടിഞ്ഞ് ക്ലേ സോയിൽ ഉണ്ടാകുന്ന സമയത്ത്, അതാണ് ക്ലേ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി മിനറൽസിന്റെ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാ മിനറൽസിനും എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ എന്ന് പറയുന്നത് ഫെൽസ്പാർ ആണ്. ഫെൽസ്പാർ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് അബണ്ടന്റ് മിനറൽ ഇൻ ദി എർത്ത് ക്രസ്റ്റ് ഈസ് ഫെൽസ്പാർ. അതാണ് നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ റോക്സ് ആൻഡ് മിനറൽസും അതുപോലെ ഇൻട്രഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഇവിടെ ഒരു സംശയം ഒന്നും ആരും വിട്ടതായി കാണുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോൾ ചോദിക്കുന്നില്ലെങ്കിലും നമുക്ക് ഒരു 5 പ്രസന്റേഷൻ ആയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ ചോദിച്ചാലും മതി. നമ്മുടെ ഒരു ലൈവ് സ്ട്രീമിംഗ് ഏകദേശം ഒരു 9 മണിയോട് അടുപ്പിച്ച് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ചോദിച്ചാലും മതി. എന്തായാലും ഞാൻ അതിന്റെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അത് വെതറിംഗ് ആണ്. ഇപ്പൊ നമ്മൾ റോക്സിനെ പറ്റി മിനറൽസിനെ പറ്റിയൊക്കെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വെതർ ചെയ്തിട്ട് സോയിലായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് അടുത്ത പോർഷൻ, അതായത് വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ്, ടൈപ്സ് ഓഫ് വെതറിംഗ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വെതറിംഗ്. So you know what is weathering? Weathering means it is the disintegration and decomposition of rocks and minerals. റോക്സും അതിന്റെ ഭാഗമായി വരുന്ന മിനറൽസും തന്നെ ഒരു ഫിസിക്കലിയും കെമിക്കലിയും ബയോളജിക്കലുമായിട്ട് ആക്ഷനിലൂടെ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് മണ്ണുണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. വെതറിംഗ്, സോ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് മിനറൽ. അതിൽ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഫിസിക്കൽ ചേഞ്ചസ് വിൽ ഓക്കർ, കെമിക്കൽ ചേഞ്ചസ് വിൽ ഓക്കർ ആൻഡ് ബയോളജിക്കൽ ചേഞ്ചസ്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് വെതറിംഗ്, ഫസ്റ്റ് നമ്മൾ പാറയെല്ലാം പൊടിഞ്ഞ് ഒരു മെറ്റീരിയൽസ് ഇങ്ങനെ അതിന്റെ ഒരു ഇതുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു റെസിഡ്യൂസ് and that is called regolith. The unconsolidated residues of formed on the earth surface above the rock. റോക്ക് പൊടിഞ്ഞ് റോക്കിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന ആ പൊടിഞ്ഞ് കാണപ്പെടുന്ന ഏറ്റവും സർഫസ് കാണപ്പെടുന്ന അൺകൺസോളിഡേറ്റഡ് റെസിഡ്യൂസ് ആണ് നമ്മൾ റീഗോളിത്ത് എന്ന് പറയുന്നത്. Then what is the difference between regolith and parent material? റീഗോളിത്തിൽ നിന്ന് അത് മൊത്തം സോയിലായിട്ട് മാറില്ല. റീഗോളിത്തിന്റെ തന്നെ പോർഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട് അതാണ് പിന്നീട് സോയിലായിട്ട് മാറുന്നത്. ചില സമയത്ത് വല്ലാതെ ഒരു നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. പക്ഷെ അതിന് ഈ റീഗോളിത്ത് നമ്മൾ സോയിലായി മാറുന്നതിന് പിന്നെയും ഒരുപാട് ആക്ഷൻസ്, കെമിക്കൽ ബയോളജിക്കൽ ആക്ഷൻസ് നടക്കേണ്ടതുണ്ട്. അപ്പൊ അറ്റ് എ ടൈം ഈ റീഗോളിത്തിന്റെ ഏത് ഭാഗമാണോ മണ്ണായിട്ട് മാറുന്നത് ആ പാർട്ടിനെയാണ് നമ്മൾ പാരന്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. റീഗോളിത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം പാറ പൊടിഞ്ഞുണ്ടാകുന്ന ആ ഒരു പാറപ്പൊടി എന്ന് പറയുന്ന ആ ഒരു പൊടിഞ്ഞുണ്ടാകുന്ന സംഭവം, അതാണ് റീഗോളിത്ത്. പിന്നീട് ആ പൊടിഞ്ഞുണ്ടാകുന്ന റീഗോളിത്തിന്റെ ഏത് ഭാഗമാണോ മണ്ണായിട്ട് മാറുന്നത്, മണ്ണായി മാറാൻ പിന്നെയും കുറെ പ്രോസസ് ഉണ്ട്. നമുക്കറിയാം, അത് ഓർഗാനിക് മാറ്റർ അഡീഷൻ, ഹ്യൂമിഫിക്കേഷൻ നടക്കണം. പിന്നെ കുറെ മെറ്റീരിയൽസ് താഴത്തേക്ക് ഒലിച്ചു പോകുന്നു, ചിലതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനെ ഹൊറൈസനേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ആ പ്രോസസ് ഒക്കെ നടന്നിട്ട്
ഏത് ഭാഗമാണോ റീഗോളിയത്തിന്റെ ഏത് ഭാഗമാണോ ഒരു കംപ്ലീറ്റ് സോയിലായിട്ട് മാറുന്നത് അതിനെയാണ് പാരന്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി അൺകൺസോളിഡേറ്റഡ് and more or less biochemically weathered mineral material from which soils are developed. അതാണ് parent material. So what is regolith? What is parent material? ആ രീതിയിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. And there are different agents of weathering. Weathering is caused by different agents. They are physical weathering, chemical weathering, and biological weathering. There are three agents of weathering. Physical weathering എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദി റോക്ക്, then change in temperature. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച്, ദാറ്റ് ഇസ് കോൾഡ് എക്സ്ഫോളിയേഷൻ. അതായത് പല മിനറൽസും പല രീതിയിലാണ് ഈ ടെമ്പറേച്ചറിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മുടെ റോക്കിലുള്ള മിനറൽസ് പല ടൈപ്പ് മിനറൽസ് ഉണ്ടാവും. ആ പല ടൈപ്പ് മിനറൽസും പല രീതിയിൽ ടെമ്പറേച്ചറിനോട് റെസ്പോണ്ട് ചെയ്യും. അതായത് ചൂട് കൂടുന്ന സമയത്തോ തണുപ്പുണ്ടാവുന്ന സമയത്തോ അത് എക്സ്പാൻഡ് ചെയ്യുകയും അത് കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് ആ ഒരു ഡിഫറൻഷ്യൽ എക്സ്പാൻഷൻ കൊണ്ട് എന്ത് സംഭവിക്കും? ഈ മിനറൽസ് പാറയിൽ നിന്നും വേർപെട്ട് പോകും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എക്സ്ഫോളിയേഷൻ. അതുപോലെ വാട്ടറിന്റെ ആക്ഷനും ഒരു ഫിസിക്കൽ ആക്ഷനാണ്. വെള്ളം അത് നമ്മൾക്കറിയാം ബൈ മീൻസ് ഓഫ് ഫ്രീസിങ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് വെറ്റ് ആൻഡ് ഡ്രൈയിങ്, അതല്ലെങ്കിൽ ഐസ്, ഗ്ലേഷ്യസ്, അതിന്റെയൊക്കെ ആക്ഷൻ കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഫിസിക്കൽ ഡിസിന്റഗ്രേഷൻ സംഭവിക്കാറുണ്ട് റോക്കിന്റെ. മറ്റൊന്ന് ആക്ഷൻ ഓഫ് വിൻഡ് ആണ്. വിൻഡിന്റെ ആക്ഷൻ കൊണ്ടും ഒരു ഫോഴ്സ് കൊണ്ടും പാറ പൊടിയാറുണ്ട്. പിന്നെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഫെനോമെനൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫിസിക്കൽ പാറ പൊടിയാനുള്ള ഫിസിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് വെതറിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഡിസ്ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഡിസ്ഇന്റഗ്രേഷൻ, ഇറ്റ് ഈസ് ദി ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ് ഓഫ് ദി റോക്സ് ബൈ ഡ്യൂ ടു ദി ഡിഫറെന്റ് ആക്ഷൻസ് ലൈക്ക് rock conditions or change in temperature or action of water or action of wind or atmospheric electrical phenomenon. Then second type of weathering is chemical weathering. ഈ ഫിസിക്കൽ വെതറിംഗ് നടന്നതിന് ശേഷമാണ് മിക്കവാറും കെമിക്കൽ വെതറിംഗ് നടക്കുക. കെമിക്കൽ അത് പിന്നീട് അതിന് ആ പാറ പൊടിഞ്ഞ് പിന്നീട് അതിന് കെമിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡ് ടൈപ്പ് ഓഫ് വെതറിംഗ്, കെമിക്കൽ പ്രോസസ് ഓർ ദാറ്റ് ഈസ് കോൾഡ് ഡീകമ്പോസിഷൻ. അതിന് പല രീതിയിലുള്ള ആക്ഷൻ സംഭവിക്കുന്നുണ്ട്. കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത് പല രീതിയിലാണ് സംഭവിക്കുന്നത്. ആ പ്രോസസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ ഹൈഡ്രേഷൻ, അതുപോലെ ഹൈഡ്രോളിസിസ്, ഹൈഡ്രോളൈസിസ്, then solution, then carbonation, then oxidation, then reduction. These are the different types of chemical weathering processes. Hydration, hydrolysis, solution, carbonation, oxidation, and reduction. There are different types of chemical weathering processes. Then biological weathering processes are there. Biological process means mans and animals or higher plants and higher plants അല്ലെങ്കിൽ microorganisms. അതിന്റെ ആക്ഷൻ കൊണ്ടുണ്ടാകുന്ന weathering ആണ് biological weathering. So these are the three agents of weathering. So let us discuss physical weathering. So different agents are physical condition of the rock, change in temperature, action of water, action of freezing, alternate wetting and drying, action of glaciers, action of wind and sandblast. They are the reasons for the physical weathering. Then chemical process of weathering involves hydration, hydrolysis, solution, carbonation, oxidation and reduction. ഇതിൽ മിക്കവാറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ടർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഏജന്റ് ആണ് ഫോർ കെമിക്കൽ വെതറിംഗ്. ഈ ഫിസിക്കൽ വെതറിംഗിന് നമുക്ക് പലപ്പോഴും അതാവുന്നത് അതിന്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ മറ്റ് ആക്ഷൻ ഓഫ് വിൻഡ്, അതുപോലെ ഫിസിക്കൽ ആക്ഷൻ ഓഫ് വാട്ടർ, അതൊക്കെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് കെമിക്കൽ ആക്ഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ മറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കെമിക്കൽ പ്രോസസ് ഓഫ് വെതറിംഗിന് കാരണമാണത്. അപ്പൊ അതിന് നമ്മൾ പല രീതിയിലും നമുക്ക് പറയാൻ പറ്റും. പല ടൈപ്പ് ഓഫ് ആക്ഷൻസ് ആണ് സംഭവിക്കുന്നത്. അത് ഹൈഡ്രേഷൻ, ഹൈഡ്രോലൈസിസ്, സൊല്യൂഷൻ, കാർബണേഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ആ രീതിയിലാണ് വെതറിംഗ് നടക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് ഇത് കമ്പൈൻ ചെയ്യുകയാണ്. നമ്മുടെ മിനറൽസുമായിട്ട് വാട്ടർ മോളിക്യൂൾസിന്റെ കോമ്പിനേഷൻ നടക്കുകയാണ്. അതിനാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിന്റെ വോളിയം എക്സ്പാൻഡ് ആവുകയും അല്ലെങ്കിൽ അങ്ങനെ ചേഞ്ച് സംഭവിക്കുകയും അതിലൂടെ ആ മിനറൽസ് അതിന്റെ സ്ട്രക്ചർ മാറി അത് അവിടുന്ന് വേർപെട്ട് പോവുകയും ചെയ്യുകയാണ്. അതാണ് ഹൈഡ്രേഷൻ സംഭവിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫെറിക് ഓക്സൈഡ്, ഹേമറ്റൈറ്റ്, റെഡ് കളറാണ്. അതിലേക്ക് വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യപ്പെടുമ്പോൾ അത് ലിമോനൈറ്റ് ആയിട്ട് മാറും, യെല്ലോ കളർഡ് ലിമോനൈറ്റ്. അത് വിഘടിച്ച് ആ മണ്ണിന്റെ ആ സ്ട്രക്ചറിലേക്ക് മാറപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ അലൂമിനിയം ഓക്സൈഡ്, ബോക്സൈറ്റ്, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നതോടുകൂടി അത് ഹൈഡ്രേറ്റഡ് അലൂമിനിയം ഓക്സൈഡ് ആയിട്ട് മാറും. അതുപോലെ അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ്, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യപ്പെടുമ്പോൾ അത് ജിപ്സമായിട്ട് മാറും. ഇങ്ങനെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിനറൽസ്, സെക്കൻഡറി മിനറൽസ് മണ്ണിന്റെ ഭാഗമായിട്ട് മാറുന്നത്.
പ്രൈമറി മിനറൽസ് എന്ന് പറയുന്നത് ഈ ഹേമറ്റൈറ്റും ബോക്സൈറ്റും അൺഹൈഡ്രേറ്റ് കാൽസ്യം ഒക്കെ ഉണ്ടാവും. അതെല്ലാം തന്നെ പിന്നീട് വിഘടിച്ച് നമ്മുടെ സെക്കൻഡറി മിനറൽസ് ആയിട്ട് മണ്ണിന്റെ ഭാഗമായിട്ട് മാറുന്നത് ഈ രീതിയിലാണ്. അപ്പൊ അത് പല രീതിയിലാണ്. ഒന്ന് ഹൈഡ്രേഷൻ ആണ്. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നു, കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ടു ദി മിനറൽസ് ആൻഡ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് secondary minerals. That is called hydration. Then second process is hydrolysis. Hydrolysis എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ കെമിക്കൽ വെതറിംഗ് എന്ന് പറയും. കെമിക്കൽ വെതറിംഗിൽ നമ്മൾ ഹൈഡ്രേഷൻ, ഹൈഡ്രോലൈസിസ്, റിഡക്ഷൻ, ഓക്സിഡേഷൻ, കാർബണേഷൻ ഒക്കെ ഉണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ് in chemical weathering is hydrolysis. That you should remember. Why it is important? Because of many minerals are formed, secondary clay minerals are formed by this hydrolysis. അതുകൊണ്ടാണ്. What is the difference between hydration and hydrolysis? ഹൈഡ്രേഷനിൽ വാട്ടർ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രോലൈസിൽ വാട്ടർ മോളിക്യൂൾ ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജനും ഹൈഡ്രോക്സിലും ഉണ്ടാകും. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഈ പറയുന്ന അതുപോലെ ഹൈഡ്രജൻ ഗ്രൂപ്പും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഈ മിനറൽ സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതാണ് ഹൈഡ്രോലൈസിസും ഹൈഡ്രോലിസിസും ഹൈഡ്രേഷൻ ഉള്ള ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ, ഈ ഓർത്തോക്ലൈസ് ഫെൽസ്പാർ ഒരു പ്രൈമറി മിനറൽ ആണല്ലോ, KAlSi3O8 സ്ട്രക്ചർ. അതിലേക്ക് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം വാട്ടർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഹൈഡ്രജൻ ഗ്രൂപ്പായിട്ട് മാറപ്പെടും. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈ പൊട്ടാസ്യമായിട്ട് റിയാക്ട് ആയിട്ട് മാറും. പിന്നീട് അത് വീണ്ടും അത് ഹൈഡ്രോക്സൈഡാണ് സിലിസിക് ആസിഡും അലൂമിനിയം ഓക്സൈഡായിട്ട് മാറപ്പെടുന്നത്. അപ്പൊ അലൂമിനിയം ഓക്സൈഡ്, സെസ്ക്യൂ ഓക്സൈഡ്സ് മണ്ണിലേക്ക് വന്നു ചേരുകയാണ്. പിന്നീട് ഇതിന്റെ തന്നെ ട്രാൻസ്ഫർമേഷൻ വീണ്ടും സംഭവിക്കുമ്പോഴാണ് മറ്റ് മിനറൽസ് ഉണ്ടാവുന്നത്. ഈ നമ്മുടെ പല മൈക്കയിൽ നിന്ന് മാറി കയോൾനൈറ്റ്, ഫെൽസ്പാർ, അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് സെക്കൻഡറി മിനറൽസ് പിന്നീട് ഉണ്ടാവുന്നതൊക്കെ ഈ പറയുന്ന ഹൈഡ്രോലൈസിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് കെമിക്കൽ വെതറിംഗ് പ്രോസസ്. ചോദിക്കുകയാണെങ്കിൽ അതാണ് എഴുതേണ്ടത്, ഹൈഡ്രോലൈസിസ്. സോ ഹൈഡ്രേഷൻ നമ്മൾ പറഞ്ഞു, ഹൈഡ്രോലൈസിസ് പറഞ്ഞു. നെക്സ്റ്റ് സൊല്യൂഷൻ. സൊല്യൂഷൻ മീൻസ് ഇറ്റ്സ് ജസ്റ്റ് സം മിനറൽസ് ആർ soluble in water. വെള്ളത്തിൽ ലയിച്ചു ചേർന്നതാണ് സൊല്യൂഷൻ. ദാറ്റ് ഈസ് ഓൾസോ ആൻ ആക്ഷൻ ഓഫ് കെമിക്കൽ ആക്ഷൻ ഓഫ് വാട്ടർ. ഫോർ എക്സാമ്പിൾ, ഹാലൈറ്റ്, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മണ്ണിൽ ലയിക്കുന്നതാണ്. അപ്പോൾ അത് വെള്ളത്തിലേക്ക് ലയിച്ചു ചേരുന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾസോ എ ടൈപ്പ് ഓഫ് കെമിക്കൽ വെതറിംഗ് പ്രോസസ്. Then carbonation. Carbonation is another type of chemical weathering process. Here what happens? Carbon dioxide reacts with water to produce carbonic acid. Carbonic acid can attack many rocks and minerals and can bring into the soil solution. For example, calcium carbonate. Calcium carbonate ഈ കാർബോണിക് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം ബൈകാർബണേറ്റ് മാറും. ഇപ്പൊ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ലൈറ്റ്ലി സോലിബിൾ ആണ്, പക്ഷെ അത് കാൽസ്യം ബൈകാർബണേറ്റ് ആകുമ്പോൾ അത് റെഡിലി സോലിബിൾ ആയിട്ട് മാറി. അപ്പൊ പെട്ടെന്ന് തന്നെ മണ്ണിലെ വെള്ളത്തിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ അത് മണ്ണിലേക്ക് വന്നു ചേരും. മണ്ണിന്റെ ഭാഗമായിട്ടുള്ള ഒരു സോയിൽ മാട്രിക്സിന്റെ ഭാഗമായിട്ടുള്ള അത് മിനറലായിട്ട് മാറും, കാൽസ്യം മിനറലായിട്ട് മാറും. അപ്പൊ അതാണ് കാർബണേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാർബണേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് കെമിക്കൽ വെതറിംഗ് പ്രോസസ്. Then oxidation is another process of the chemical weathering. Oxidation. What happens in oxidation? Oxygen is added to the minerals. ആണ് സംഭവിക്കുന്നത്. Oxygen is added to mineral. That is called oxidation. Ferrous oxide, oxygen is added to be converted to ferric oxide. Then Fe2O3 ferric oxide, water is added, it will be converted to limonite. But in this way, different types of minerals will be formed and it will be weathered. So that's a type of chemical weathering by which oxygen is added to minerals. That is called oxidation. Then another process is reduction. Reduction means just opposite to oxidation, removal of oxygen. Here oxygen is removed from the minerals and new minerals will be formed. For example, that hematite, red colored hematite will be converted to ferrous oxide. Ferric oxide is converted to ferrous oxide by the removal of oxygen atom. So it occurs under the conditions of excess water or water load condition. വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഓക്സിജൻ കുറയുന്ന സമയത്താണ് ഈ പറയുന്ന റിഡക്ഷൻ നടക്കുന്നത്. റിഡക്ഷൻ നടന്നു കഴിയുമ്പോൾ മിനറൽസ് അതിന്റെ ഫോം കൺവേർട്ട് വേറെ പുതിയ മിനറൽസ് ഉണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ. സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ വെതറിംഗ് പ്രോസസ്. അപ്പൊ പ്രൈമറി നമ്മൾ ഫിസിക്കൽ വെതറിംഗ് നടന്നു കഴിയുമ്പോൾ പാറയൊക്കെ പൊടിഞ്ഞ് ഉണ്ടാകുന്ന പാറയിൽ ഈ കെമിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ ഡീകമ്പോസ് നടക്കുമ്പോഴാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിനറൽസ് ഒക്കെ നടന്ന് നമുക്ക് പല ടൈപ്പ് മിനറൽസ് ഉണ്ടാവുന്നത്, പുതിയ മിനറൽസ് ഒക്കെ മണ്ണിലേക്ക് ഉണ്ടാവുന്നത്. അതോടുകൂടി ഈ ഡിസിൻറ്റിഗ്രേഷനും ഡീകമ്പോസിനും കഴിഞ്ഞു. പിന്നീട് ബയോളജിക്കൽ വെതറിംഗ് കൂടി കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് സോയിൽ ഫോം ആവുന്നത്. സോ ദി ലാസ്റ്റ് വെതറിംഗ് പ്രോസസ് ഈസ് ബയോളജിക്കൽ വെതറിംഗ്. അവിടെ ഡിഫറെന്റ് ഏജൻസ് ആർ മാൻ ആൻഡ് എനിമൽസ്. ത്രൂ ദി ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ
the increasing surface area of rocks for the attack of chemical agents and will accelerate the process of rock decomposition. So that is called biological weathering. Then higher plants and roots also can help in biological weathering. That their roots will exert their destructive force and hard rock will be broken apart, and that will result in the decomposition of the rocks. Then microorganisms also can help, bacteria, fungus, such microbes also can help in this weathering process. So that's all about the chemical, physical, and biological weathering. Now you should know the minerals, the resistance of the minerals to weathering. That's also an important question. നമ്മുടെ സോയിലിൽ രണ്ട് ടൈപ്പ് മിനറൽസ് ഉണ്ട് നമുക്കറിയാം. പ്രൈമറി മിനറൽസും സെക്കൻഡറി മിനറൽസും. അതിന്റെയൊക്കെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമുക്ക് അതിന്റെ എല്ലാം ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രൈമറി മിനറൽസ് എന്നും ഏതൊക്കെയാണ് സെക്കൻഡറി മിനറൽസ് എന്നും. ഇതിൽ ഏറ്റവും പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നത്, വെതറിങ് നടക്കുന്നത് ഏതാണ്, ഏറ്റവും അവസാനമായിട്ട് വെതർ ചെയ്യുന്നത് ഏതാണ്, ആ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിൾ ആണ്. ചിലപ്പോൾ വേണമെങ്കിൽ അതിന്റെ ഒരു ഓർഡർ ഓഫ് വെതറിങ് ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് ഏറ്റവും റെസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മൾ ദി മോസ്റ്റ് റെസിസ്റ്റന്റ് മിനറൽ ടു വെതറിങ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഭാഗം കാണാം. പ്രൈമറി മിനറൽസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഏതാണ്? ദി മോസ്റ്റ് റെസിസ്റ്റന്റ് പ്രൈമറി മിനറൽ ടു വെതറിങ് ഈസ് ക്വാർട്സ്. നിങ്ങൾക്ക് അത് കാണാൻ കഴിയും, ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ. ക്വാർട്സ് ആണ്. ക്വാർട്സ് അതാണ് ഏറ്റവും റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൈമറി മിനറൽ. ഏറ്റവും എളുപ്പത്തിൽ ഡീകമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൈമറി മിനറൽ എന്ന് പറയുന്നത് ഒലിവൈൻ ആണ്. ആ ചാർട്ടിൽ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഒലിവൈൻ. ഇനി നമ്മൾ സെക്കൻഡറി മിനറൽസ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡറി മിനറൽസിൽ ഏറ്റവും റെസിസ്റ്റന്റ് ആയിട്ടുള്ള മിനറൽ എന്ന് പറയുന്നത് അയൺ ഓക്സൈഡ് ആണ്, അല്ലെങ്കിൽ Fe, ഗോത്തൈറ്റ് ആൻഡ് ഹേമറ്റൈറ്റ്. ഫെറസ് ഓക്സൈഡും ഫെറിക് ഓക്സൈഡും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സെക്കൻഡറി മിനറൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മണ്ണില്, നമ്മുടെ ട്രോപ്പിക്കൽ സോയിൽസിൽ വളരെയധികം വെതറിങ് നടന്നിട്ട് പോലും ഈ പറയുന്ന ഹേമറ്റൈറ്റ്, അലൂമിനിയം ആൻഡ് അയൺ ഓക്സൈഡ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മണ്ണിൽ ഉണ്ടാവുക. റെസ്ക്യൂ ഓക്സൈഡ്സ് അതാണല്ലോ ലേറ്ററൈസേഷൻ പറയുന്നത്. നമ്മുടെ മണ്ണിൽ വളരെ വലിയ ടെമ്പറേച്ചറും നല്ല മഴയുമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെതറിങ് നടക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ മിനറൽസ് തന്നെ വെതർ ചെയ്ത് പോകും. പക്ഷെ അത് വെതർ ചെയ്ത് കഴിഞ്ഞാലും അവിടെ റെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന മിനറൽസ് ആണ് അയൺ ഓക്സൈഡ്സും അലൂമിനിയം ഓക്സൈഡ്സും. അതുകൊണ്ടാണ് നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പും അലൂമിനിയം കാണുന്നത്. നമ്മുടെ മണ്ണ് ചോദരിക്കാനുള്ള കാരണം തന്നെയാണല്ലോ. അപ്പൊ ഏറ്റവും റെസിസ്റ്റന്റ് ആയിട്ടുള്ള മോസ്റ്റ് റെസിസ്റ്റന്റ് സെക്കൻഡറി മിനറൽ എന്ന് പറയുന്നത് ഗോത്തൈറ്റ്, അതുപോലെ ഹേമറ്റൈറ്റ്, ഗിപ്സൈറ്റ് ഒക്കെയാണ്. ഏറ്റവും പെട്ടെന്ന് പിടിക്കുന്നത് ഏതാണ്? ലീസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജിപ്സമാണ്. ജിപ്സം കാൽസ്യം സാൾട്ട് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് തന്നെ കാൽസ്യം സാൾട്ട് വിഘടിച്ച് കാൽസ്യം നല്ല മഴയിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം അതാണ്. ജിപ്സം ആണ് ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റന്റ് സെക്കൻഡറി മിനറൽ. സോ ദാറ്റ് യു ഷുഡ് നോ. ഈ പ്രൈമറി മിനറൽസിൽ ക്വാർട്സ് ആണ് ഏറ്റവും റെസിസ്റ്റന്റ്, ഒലിവൈൻ ആണ് ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റന്റ്. സെക്കൻഡറി മിനറലിൽ ഏറ്റവും മോസ്റ്റ് റെസിസ്റ്റന്റ് ഈസ് ഗോത്തൈറ്റ് ആൻഡ് ലീസ്റ്റ് റെസിസ്റ്റന്റ് വൺ ഈസ് ജിപ്സം. ദാറ്റ് യു ഷുഡ് റിമെമ്പർ. സോ ഇത്രയുമാണ് വെതറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പൊ അതോടുകൂടി നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദി സെഷൻ കഴിയുകയാണ്. നമുക്ക് ഈ തേർഡ് പ്രസന്റേഷൻ കടക്കാം. എന്തെങ്കിലും സംശയങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇതിൽ ഞാൻ അവസാനം ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ റോക്സ് ആൻഡ് മിനറൽസ്, അതുപോലെ തന്നെ സോയിലിന്റെ വെതറിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു പ്രിലിമിനറി ബേസിക് സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. സോയിലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. Soil physical properties. As we already discussed, a typical volume of soil consists of 45% mineral matter, 5% organic matter, 25% water, and 25% air. The physical properties include, first most important property is soil texture. Soil texture. What is soil texture? It is the relative proportion of the mineral particles of different sizes present in the soil. നമ്മൾ പല ഡിഫറെന്റ് സൈസ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതൊക്കെയാണ് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. അതിന്റെ റിലേറ്റീവ് പ്രൊപ്പോർഷനെയാണ് നമ്മൾ സോയിൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. സോയിൽ ടെക്സ്ചർ, സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. അതിൽ ഗ്രാവൽസും സ്റ്റോൺസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള സാൻഡ്, സിൽറ്റ്, ക്ലേ
അതിന്റെ പ്രൊപ്പോർഷനെയാണ്, റിലേറ്റീവ് പ്രൊപ്പോർഷനെയാണ് സോയിൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. അതിൽ സോയിൽ ടെക്സ്ചർ പറയുമ്പോൾ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് സോയിൽ സയൻസിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കേണ്ടത് നല്ലതാണ്. അത് ഡിഫറെന്റ് സൈസ്ഡ് പാർട്ടിക്കിൾസ് സൈസ് എന്താണെന്നുള്ളത്. 0.002 മില്ലിമീറ്റർ സൈസിനേക്കാൾ കുറഞ്ഞ പാർട്ടിക്കിൾസ് ആണ് ക്ലേ എന്ന് പറയുന്നത്. 0.002 മുതൽ 0.02 മില്ലിമീറ്റർ വരെയുള്ള പാർട്ടിക്കിൾസിനെയാണ് സിൽറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 0.02 മുതൽ 0.2 മില്ലിമീറ്റർ വരെ സൈസ് ഉള്ളതിനെ ഫൈൻ സാൻഡ് എന്നും 0.2 മുതൽ 2 മില്ലിമീറ്റർ വരെ സൈസ് ഉള്ളതിനെ കോഴ്സ് സാൻഡ് എന്നും പറയും. അപ്പൊ ഈ ഡിഫറെന്റ് സൈസ്ഡ് പാർട്ടിക്കിൾസിന്റെ പ്രൊപ്പോർഷനെയാണ് സോയിൽ ടെക്സ്ചർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 12 ടെക്സ്ചറൽ ക്ലാസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ 12 ടെക്സ്ചറൽ ക്ലാസസ്. അതിൽ കോഴ്സർ ആയിട്ടുള്ളത്, ഏറ്റവും മോസ്റ്റ് കോഴ്സർ ആയിട്ടുള്ളത് സാൻഡി സോയിൽ ആണ്. നെക്സ്റ്റ് വൺ ലോമി സാൻഡ്, ദെൻ സാൻഡി ലോം, ദെൻ ലോം. അങ്ങനെ അത് ഫൈനർ ആകുന്നതനുസരിച്ച് സിൽറ്റ് ലോം, സിൽറ്റ്, സാൻഡി ക്ലേ ലോം, സിൽറ്റി ക്ലേ ലോം, സാൻഡി ക്ലേ, സിൽറ്റി ക്ലേ ആൻഡ് ക്ലേ. അപ്പൊ ക്ലേ ആണ് ഏറ്റവും ഫൈനസ്റ്റ് സോയിൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ക്ലേ കണ്ടന്റ് ഉണ്ടാകും. മിനിമം പെർസെന്റേജ് ഓഫ് ക്ലേ ഇൻ ക്ലേ ടെക്സ്ചർ ഈസ് 40% ക്ലേ ഉണ്ടെങ്കിലാണ് അത് ക്ലേ സോയിൽ ആവുകയുള്ളൂ. സാൻഡി സോയിൽ എന്ന് പറയുമ്പോൾ 85% മിനിമം സാൻഡ് ഉണ്ടായിരിക്കും, ആണ് സാൻഡി സോയിൽ. പിന്നെ ബെസ്റ്റ് സോയിൽ ടെക്സ്ചർ എന്ന് പറയുന്നത് ലോം ആണ്. ലോം ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാണപ്പെടുന്നത്. അതിന്റെ പ്രൊപ്പോർഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ലോം. ഇപ്പൊ ലോമി സോയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ പാർട്ടിക്കിൾസ് ആണ്, ആൻഡ് ഹെൻസ് കൺസിഡർഡ് ആസ് ദി മോസ്റ്റ് ഡിസൈറബിൾ സോയിൽ ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. സാൻഡി സോയിലിന്റെ സത്യം നമുക്കറിയാം, കോസ്റ്റ് ടെക്സ്ചർ ആണ്. ദേ ഹോൾഡ് വാട്ടർ ആൻഡ് മിനറൽസ് പുവർലി, ബട്ട് വാട്ടർ ആൻഡ് എയർ ക്യാൻ പെനിട്രേറ്റ് ഈസിലി. സോ ദേ വാം റെഡിലി ഇൻ സ്പ്രിംഗ് ആൻഡ് കൂൾ ക്വിക്ലി ഇൻ ഓട്ടം. അതേസമയം ക്ലേ സോയിൽ എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ഹോൾഡ് ലാർജ് വോളിയം ഓഫ് വാട്ടർ ആൻഡ് റിട്ടേൺ മിനറൽസ്. ദേ ആർ വെരി സ്ലോ ടു വാം ഇൻ സ്പ്രിംഗ് ആൻഡ് കൂൾ മോർ ഈസിലി സ്ലോലി ഇൻ ഓട്ടം. സിൽറ്റി സോയിൽസ് പറയുന്നത് ഈ രണ്ടിന്റെയും ഇടയിലുള്ളതാണ്. സാൻഡി സോയിലിന്റെയും ക്ലേ സോയിലിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് സിൽറ്റി സോയിൽ. സോയിൽ ടെക്സ്ചർ അനുസരിച്ചാണ് നമ്മൾ മണ്ണിന്റെ ന്യൂട്രീഷൻ സ്റ്റാറ്റസും അതുപോലെ ഇവിടുത്തെ എക്കോളജിക്കൽ അതിന്റെ എക്കോളജിക്കൽ ഡയമെൻഷൻസ്, ഇൻട്രസ്റ്റ് ഒക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന സോയിൽ ടെക്സ്ചർ ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സാൻഡി സോയിലിന്റെ പ്രത്യേകത നമുക്ക് പ്രത്യേകം മനസ്സിലാക്കണം. ലോ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, കോസ്റ്റ് ടെക്സ്ചേർഡ് ആണ്, ബട്ട് വെൽ എയറേറ്റഡ് ആൻഡ് ഈസി ടു കൾട്ടിവേറ്റ്. ദേ ആർ കോൾഡ് ലൈറ്റ് സോയിൽസ്. സാൻഡി സോയിൽസ് ആർ കോൾഡ് ലൈറ്റ് സോയിൽസ്. കോസ്റ്റ് ടെക്സ്ചേർഡ് ആണ്. And it is better, it's the best soil for carrot, beetroot and such crops. അതുപോലെ ക്ലേ സോയിൽ എന്ന് പറയുന്നത് ഫൈൻ ടെക്സ്ചേർഡ് ആണ്. സാൻഡി സോയിൽ എന്ന് പറയുന്നത് കോസ്റ്റ് ടെക്സ്ചേർഡ് ആണ്, ആൻഡ് ദേ ആർ കോൾഡ് ലൈറ്റ് സോയിൽസ്. ക്ലേ സോയിൽ എന്ന് പറയുന്നത് ഫൈൻ ടെക്സ്ചേർഡ് ആണ്, ആൻഡ് ദേ ആർ കോൾഡ് ഹെവി സോയിൽസ്. അത് പ്രത്യേകത എന്താണ്? ദേ ക്യാൻ റിട്ടൈൻ മോർ വാട്ടർ, ദേ ആർ ടൈറ്റ് ആൻഡ് കോഹസീവ് ആൻഡ് ഡ്രൈ, ഡിഫിക്കൽട്ട് ടു കൾട്ടിവേറ്റ്. അവിടെ പറ്റുന്ന ക്രോപ്പ് എന്ന് പറയുന്നത് ബ്രോക്കോളി, ക്യാബേജ്, ലെറ്റ്യൂസ് തുടങ്ങിയ ക്രോപ്പുകളാണ്. സിൽറ്റി സോയിൽ എന്ന് പറയുന്നത് രണ്ടിനും ഇടയിലുള്ളതാണ്. They are having medium in water holding capacity and nutrient retention. They are moderate in aeration. They are slow to medium in drainage, medium to high organic matter content, good supply of plant nutrients, and they are suitable for rose, grapes, etc. So that is about soil consistency. Soil texture. Next we shall discuss about soil consistency. What is soil consistency? Soil consistency means it is the degree and kind of cohesion and addition between soil particles in relation to the resistance of soil to deform. അതാണ് കൺസിസ്റ്റൻസി പറയുന്നത്. നമ്മളെ കൊഹീസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സോയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. അഡസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് സോയിലും വാട്ടറും തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. ഈ രണ്ട് ഫോഴ്സും ഡിഫറെന്റ് ലെവൽസ് ഓഫ് മോയ്സ്ചറിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഡിഗ്രി ആൻഡ് കൈൻഡ് ഓഫ് കൊഹീഷൻ അഡസീവ് ഫോഴ്സ് ആണ് നമ്മൾ സോയിൽ കൺസിസ്റ്റൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. At the different levels of moisture, different soil consistency will be observed. But generally, it is evaluated based on the rupture resistance and stickiness. So there are 3 consistency limits. That is consistency limits in the liquid limit, plastic limit, and shrinkage limit. Liquid limit, plastic limit, and shrinkage limit. And the other Atterberg limits. These 3 consistency limits are also called as Atterberg limits. Liquid limit, plastic limit, and shrinkage limit. Liquid limit is this is the water content at which the soil will change from plastic to liquid state. It is the moisture content at which soil begins to behave as a liquid material and begins to flow. That is liquid limit. Soil moisture content liquid limit. Atterberg limit, consistency limit, actually it is the moisture content.
എത്ര ഉണ്ട് എന്ന് പറയുന്നത്, ആ വെള്ളത്തിന്റെ അളവിനെയാണ് ആ ലിമിറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളമായിട്ട് ഒഴുകാൻ, മണ്ണ് വെള്ളം പോലെ ഒഴുകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന വെള്ളം, എത്ര വെള്ളം വേണം, അതാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിന് മുകളിൽ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ഒഴുകും. പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നതാണ് ദി വാട്ടർ കണ്ടന്റ് ഇൻ പെർസെന്റേജ് അറ്റ് വിച്ച് സോയിൽ ബിഗിൻസ് ടു ബിഹേവ് ആസ് എ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഒരു സോയിൽ മണ്ണ് ഇപ്പം ഒരു പ്രത്യേക രീതിയിൽ മാറ്റി കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ അതേ ഷേപ്പ് റിട്ടൈൻ ചെയ്യണമെങ്കിൽ അതാണ് പ്ലാസ്റ്റിക് സിറ്റി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കണമെങ്കിൽ എത്ര വെള്ളം ഉണ്ടായിരിക്കണം, അതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു സെമി സോളിഡ് നിന്ന് അല്ലെങ്കിൽ സോളിഡ് നിന്ന് സെമി സോളിഡിലേക്ക് മാറുന്ന ആ ചേഞ്ച്, ആ ഒരു വാട്ടർ കണ്ടന്റിനെയാണ് ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിന് വേറെ രീതിയിലും പറയാറുണ്ട്, മോയ്സ്ചർ കണ്ടന്റ് അറ്റ് വിച്ച് നോ ഫർദർ വോളിയം ചേഞ്ച് ഓക്കേഴ്സ് വിത്ത് ഫർദർ റിഡക്ഷൻ ഇൻ മോയ്സ്ചർ കണ്ടന്റ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇതാണ് 3 ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളിഡ് ആയിട്ടുള്ള മണ്ണ് ഒരു സോളിഡിലേക്ക് മാറണമെങ്കിൽ എത്ര വെള്ളം വേണം, അതാണ് ശ്രിങ്കേജ് ലിമിറ്റ്. പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സെമി സോളിഡ് എന്നുള്ള ആയിട്ടുള്ള മണ്ണ് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കണമെങ്കിൽ എത്ര വെള്ളം വേണം, അതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സ്വഭാവം കാണിക്കുന്ന മണ്ണ് ഒരു ലിക്വിഡ് ആയിട്ട് മാറണമെങ്കിൽ അതാണ് ലിക്വിഡ് ലിമിറ്റ്. അതാണ് ഈ 3 ലിമിറ്റ്. ശ്രിങ്കേജ് ലിമിറ്റ് മീൻസ് ഫ്രം സെമി സോളിഡ് ടു സെമി സോളിഡ്. പ്ലാസ്റ്റിക് ലിമിറ്റ് മീൻസ് മോയ്സ്ചർ കണ്ടന്റ് അറ്റ് വിച്ച് soil changes from semi-solid to plastic state. Liquid limit means the water content at which soil changes from plastic to liquid state. These 3 are the 3 consistency limits or Atterberg limits. Then based on this, one index is the index that is called plasticity index. Plasticity index means liquid limit minus plastic limit. Liquid limit minus plastic limit is called plasticity index. അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ it is the amount of water that must be added to change a soil from its plastic limit to liquid limit. Plastic limit നിന്ന് liquid ലിമിറ്റിലേക്ക് മാറ്റണമെങ്കിൽ എത്ര വെള്ളം വേണം, അതാണ് plasticity index എന്ന് പറയുന്നത്. അപ്പോൾ that is very important for engineering classification of the soils. അത് നമ്മൾ എഞ്ചിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ ആണ് ഈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. Liquid limit means the moisture content for changing a plastic soil to liquid, and plastic limit means moisture content at which the soil will change from a semi-solid state to plastic stage. And the difference between this liquid limit and plastic limit is called plasticity index. ഈ 3 കാര്യങ്ങളും ഓർത്തിരിക്കുക. Then at wet stage, the consistency is described by stickiness or plasticity. Stickiness means capacity of soil to adhere to other objects, and plasticity means the capacity of a soil to get molded without rupturing. അത് രണ്ടും ഈ പ്ലാസ്റ്റിസിറ്റിയും സ്റ്റിക്കിനെസ്സും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വെറ്റ് കൺസിസ്റ്റൻസി അപ്ലൈ ചെയ്യുന്നത്. അതിൽ പല ക്ലാസ്സസ് ഉണ്ട്. സ്റ്റിക്കിനെസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കി, സ്ലൈറ്റ്ലി സ്റ്റിക്കി, മോഡറേറ്റ്ലി സ്റ്റിക്കി ആൻഡ് വെരി സ്റ്റിക്കി. നോൺ സ്റ്റിക്കി എന്ന് പറഞ്ഞാൽ സോയിൽ വിൽ നോട്ട് ബി അതർ ടു അവർ ഫിംഗേഴ്സ്. സ്ലൈറ്റ്ലി സ്റ്റിക്കി മീൻസ് slightly other to the soil, so the fingers. Moderately sticky, then very sticky. This is based on this clay content. Clay content കൂടുന്നതനുസരിച്ച് ആ സ്റ്റിക്കിനെസ് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവിടെ ഒരു പിക്ചർ പറയുകയാണെങ്കിൽ നോൺ സ്റ്റിക്കി, സ്ലൈറ്റ്ലി സ്റ്റിക്കി ആൻഡ് വെരി സ്റ്റിക്കി. ഇപ്പൊ ക്ലേ കണ്ടന്റ് വളരെ കുറവാണെങ്കിൽ നോൺ സ്റ്റിക്കി ആയിരിക്കും, പിന്നീട് സ്ലൈറ്റ്ലി സ്റ്റിക്കി ആവും, അത് കഴിഞ്ഞ് വെരി സ്റ്റിക്കി ആയിരിക്കും. അതുപോലെ പ്ലാസ്റ്റിസിറ്റിയും അങ്ങനെ തന്നെ പറയാൻ പറ്റും നമുക്ക്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം ആണ് അതിന്റെ നമുക്ക് ഒരു സോയിലിനെ നമുക്ക് റീവർക്ക് ചെയ്യാൻ പറ്റുന്നത് വിത്തൗട്ട് റപ്ചറിങ്. നമ്മൾ ആ മണ്ണിനെ കുഴയ്ക്കാനും മണ്ണ് കുഴച്ച് പല ഷേപ്പൊക്കെ ആക്കി മാറ്റുന്നതൊക്കെ നമുക്കറിയാലോ. അത് പ്ലാസ്റ്റിസിറ്റി ബിഹേവിയർ അനുസരിച്ചാണ്. അപ്പൊ എത്രത്തോളം അത് നമുക്ക് അങ്ങനെ എത്ര ഡിഗ്രി വരെ മാറ്റാൻ പറ്റും എന്നുള്ളത് ആണ് പ്ലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്നെസ് പറഞ്ഞ പോലെ തന്നെ നോൺ പ്ലാസ്റ്റിക് ഉണ്ട്, സ്ലൈറ്റ്ലി പ്ലാസ്റ്റിക് ഉണ്ട്, മോഡറേറ്റ്ലി പ്ലാസ്റ്റിക് ഉണ്ട്, വെരി പ്ലാസ്റ്റിക് ഉണ്ട്. നോൺ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര തന്നെ നമുക്ക് പ്ലാസ്റ്റിസിറ്റി കാണിക്കുന്നില്ല. സ്ലൈറ്റ്ലി പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറച്ച് അത് കാണിക്കുന്നുണ്ട്, മോഡറേറ്റ്ലി പ്ലാസ്റ്റിക്, പിന്നെ വെരി പ്ലാസ്റ്റിക്. അതിന്റെ ഒരു ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. So that is about soil consistency. Then another important physical property is soil crusting. Soil crusting എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. വാട്ട് ഈസ് സോയിൽ ക്രസ്റ്റിംഗ്? It is actually formation of a compact thin layer having high bulk density and high penetration resistance. വളരെ ഡെൻസ് ആയിട്ടുള്ള പെനിട്രേഷൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലെയർ മണ്ണിന്റെ മുകളിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സോയിൽ ക്രസ്റ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് സോയിൽ ക്രസ്റ്റിംഗ് സംഭവിക്കുന്നത്? അത് ശരിക്കും സെമി എയറിഡ് ആൻഡ് സെമി ഒരു എയറിഡ് റീജിയൻസിലേക്കാണ് അവിടെ ഈ സോയിൽ ക്രസ്റ്റിംഗ് നടക്കുന്നത്. നമ്മുടെ സോയിൽ സ്ട്രക്ചർ വളരെ വീക്ക് ആകുമ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ സോയിൽ ക്രസ്റ്റിംഗ് സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
they are characterized by high bulk density and very low non-capillary porosity and aeration and high penetration resistance. അതാണ് ഈ സോയിൽ ക്രസ്റ്റിങ്ങിന്റെ പ്രത്യേകത. അത് ഈ ഒരു സോയിൽ ക്രസ്റ്റ് മണ്ണിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എയറേഷൻ വളരെ കുറവായിരിക്കും, അതുപോലെ ബൾക്ക് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും, അവിടെ ഈ ചെടികൾക്ക് വളരാൻ പറ്റാത്ത രീതിയിൽ പെനിട്രേഷൻ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഇത്രയുമാണ് സോയിൽ ക്രസ്റ്റിങ്ങിന്റെ പ്രത്യേകത. ഇനി എങ്ങനെയാണ് ഈ സോയിൽ ക്രസ്റ്റിംഗ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സോയിൽ ക്രസ്റ്റിംഗ് സംഭവിക്കുന്നത്, അത് ഏത് കണ്ടീഷൻസ് ആണ് അതിന് ആയിട്ട് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലോ ഓർഗാനിക് മാറ്റർ കണ്ടന്റ്. ഓർഗാനിക് മാറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രസ്റ്റിങ്ങിന് കാരണമാകും. ലോ ഓർഗാനിക് മാറ്റർ, ഓർഗാനിക് മാറ്റർ ഈസ് ലെസ്, ചാൻസസ് ഓഫ് ക്രസ്റ്റിംഗ് ആർ മോർ. കാരണം സ്ട്രക്ചർ വളരെ വീക്ക് ആയിരിക്കുന്നതാണ്. ഈ സ്ട്രക്ചർ വീക്ക് ആകുമ്പോഴാണ് ഈ പറയുന്ന ക്രസ്റ്റിംഗ് സംഭവിക്കുന്നത്. അതുപോലെ സിൽറ്റ് കണ്ടന്റ് കൂടുതലാണെങ്കിലും ഇത് സംഭവിക്കാറുണ്ട്. കാരണം ഈ ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, ഒരു മീഡിയം ടു ഫൈനർ. വളരെ ക്ലേ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സിൽറ്റ് കണ്ടന്റ് ആണെങ്കിൽ സംഭവിക്കും, അത് ഇങ്ങനെ പൊടിഞ്ഞിട്ട് ഈ പറയുന്ന പോഴ്സ്, സോയിലിന്റെ പോഴ്സ്, സോയിലുണ്ടാകുന്ന പൊറോസിറ്റി അത് ബ്ലോക്ക് ആക്കുമ്പോഴാണ് ഈ ക്രസ്റ്റിംഗ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിൽറ്റ് കണ്ടന്റ് കൂടുതലുള്ള മണ്ണിലാണ് ഈ പറയുന്ന ക്രസ്റ്റ് ഫോർമേഷൻ ചാൻസ് കൂടുതലുള്ളത്. പിന്നെ മറ്റൊന്നുള്ളത്, എക്സ്ചേഞ്ചബിൾ സോഡിയം കൂടുമ്പോൾ ഈ ക്രസ്റ്റിംഗ് കൂടാറുണ്ട്. കാരണം സോഡിയം കൂടിയ മണ്ണിൽ അതിന്റെ ഘടന, സ്ട്രക്ചർ വളരെ വീക്ക് ആയിരിക്കും. മണ്ണിന്റെ സ്ട്രക്ചറും ഈ സോഡിയം കണ്ടന്റ് തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ സോഡിയം കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്രസ്റ്റിങ്ങിന് കാരണമാകാറുണ്ട്. പിന്നെ പഡലിംഗ് സംഭവിക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ പഡലിംഗ് നമുക്കറിയാം, നമ്മൾ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ ഉദ്ദേശം അതാണല്ലോ. കാരണം പൊറോസിറ്റി കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് ഡ്രെയിനേജ് ബ്ലോക്ക് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കുന്നു. അത് റൈസിന്റെ പാഡി ഗ്രോത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അവിടെ ശരിക്കും സംഭവിക്കുന്നത് ഒരു കോമ്പാക്ട് ലെയർ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പഡലിംഗ് സമയത്താണ് സംഭവിക്കുന്നത്. അതൊരു ക്രസ്റ്റിംഗ്, നമ്മളത് അവിടെ ഫേവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റ് കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഈ ഓർഗാനിക് മാറ്റർ കുറഞ്ഞതുകൊണ്ടും സിൽറ്റ് കൂടുതലുള്ളതുകൊണ്ടും അല്ലെങ്കിൽ സോഡിയം കൂടുതലുള്ളതുകൊണ്ടും ഒക്കെ തന്നെ ഈ ക്രസ്റ്റ് ഫോർമേഷൻ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ക്രസ്റ്റിങ്ങിന് കാരണമാണത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ ഈ സോയിൽ ക്രസ്റ്റിംഗ് എങ്ങനെയാണ് നമ്മുടെ ഇതിനെ ബാധിക്കുന്നത്, പ്രൊഡക്ടിവിറ്റിനെ? കാരണം സീഡ്ലിംഗ് എമർജൻസിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ സ്മോൾ സൈസ്ഡ് സീഡ്സ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, അവിടെ അതിന് വളരാൻ കഴിയില്ല. അതുപോലെ ബാക്കിയുള്ള എയറേഷൻ പോറായതുകൊണ്ട് പ്ലാന്റ് ഗ്രോത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഈ സോയിൽ ക്രസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്തിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സോയിൽ ക്രസ്റ്റിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്ങനെയാണ് സോയിൽ ക്രസ്റ്റിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യുക? ഹൗ വി ക്യാൻ മാനേജ്? അത് പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മൾച്ചിങ് ആണ്. നമ്മൾ മണ്ണിനെ വെറുതെ ഇടുന്നതിന് പകരം അത് ഒന്ന് പൊതയിടുക, സോയിൽ സർഫസ് മൾച്ചിങ്. അത് ദാറ്റ് ക്യാൻ മിനിമൈസ് ദി ഫോർമേഷൻ ഓഫ് സോയിൽ ക്രസ്റ്റ്, സർഫസ് മൾച്ചിങ്. അതുപോലെ ഓർഗാനിക് മാറ്റർ ആഡ് ചെയ്യുക. അപ്പോൾ ഓർഗാനിക് മാറ്റർ നന്നായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിന്റെ സ്ട്രക്ചർ നല്ലതായിരിക്കും. ഈ സ്ട്രക്ചർ വീക്ക് ആകുമ്പോഴാണ് ഈ മണ്ണ് പൊടിഞ്ഞിട്ട് അതിന്റെ ഈ ഫൈനർ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ ഈ സോയിൽ പോഴ്സ്, പൊറോസിറ്റി, മണ്ണിലെ സുഷിരങ്ങളെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഈ ക്രസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് ജൈവവളം ഓർഗാനിക് മാറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആൽക്കലി സോയിൽ ആണെങ്കിൽ ഈ നമുക്കറിയാം സോഡിയം വളരെ കൂടുതലായിരിക്കും. അപ്പൊ സോഡിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ജിപ്സം പോലെയുള്ള വളങ്ങൾ ഇടുക. അതും ഈ ക്രസ്റ്റിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരു ലൈറ്റ് ടില്ലേജ്, അതും ഈ പറയുന്ന ക്രസ്റ്റിനെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ സോയിൽ ക്രസ്റ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ. So that's all about soil crusting. Another important physical property of soil is bulk density. Soil bulk density. What is bulk density? It is the mass per unit bulk volume of soil. ഓവൻ ഡ്രൈ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ ബൾക്ക് വോളിയം കിട്ടുന്നത്, മാസ് പെർ യൂണിറ്റ് ബൾക്ക് വോളിയം, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടൽ വോളിയം എടുക്കുന്നു, ടോട്ടൽ മാസ് എടുക്കുന്നു. നമ്മൾ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ബൾക്ക് ഡെൻസിറ്റി. ആൻഡ് യൂണിറ്റ് ഈസ് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. എന്താണ് പാർട്ടിക്കിൾ ഡെൻസിറ്റി? പാർട്ടിക്കിൾ ഡെൻസിറ്റി ഈസ് ദി മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് സോയിൽ പാർട്ടിക്കിൾസ്. അതാണ് അതിന്റെ വ്യത്യാസം. ബൾക്ക് ഡെൻസിറ്റി നമ്മൾ എടുക്കുന്ന ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ആണ്. പാർട്ടിക്കിൾ ഡെൻസിറ്റിയിൽ നമ്മൾ എടുക്കുന്നത് വോളിയം ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് മാത്രമാണ്. അതാണ് ഡിഫറൻസ്. സോ അപ്പം നമുക്ക് എന്താ അറിയാം, ഈ പറയുന്ന വോളിയം ടോട്ടൽ വോളിയത്തെക്കാളും കുറവാണല്ലോ വോളിയം ഓഫ് സോയിൽ പാർട്ടിക്കിൾസ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ ഡെൻസിറ്റി വിൽ ബി ഓൾവേസ് ഹയർ ദാൻ ബൾക്ക് ഡെൻസിറ്റി. അതുപോലെ തന്നെ ഈ നമ്മൾ ടോട്ടൽ വോളിയം എപ്പോഴും മാറാൻ സാധ്യതയുണ്ട്, പക്ഷെ വോളിയം ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് മാറില്ല. അതുകൊണ്ട് പാർട്ടിക്കിൾ ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ഗിവൺ സോയിലിന്റെ പാർട്ടിക്കിൾ ഡെൻസിറ്റി മാറില്ല, പക്ഷെ അതിന്റെ ബൾക്ക് ഡെൻസിറ്റി മാറാൻ സാധ്യതയുണ്ട്. കാരണം ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും മാറാൻ സാധ്യതയുള്ളതാണ്. അതിന്റെ മണ്ണിന്റെ സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ച് ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബൾക്ക് ഈസ് എ വേരിയബിൾ വൺ, ബട്ട് പാർട്ടിക്കിൾ ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ആ പാർട്ടിക്കിൾ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2.65 ഗ്രാം പെർ ക്യൂബിക് സെന്റിമീറ്റർ. ആ യൂണിറ്റും ആ വാല്യൂയും ഓർത്തിരിക്കുക.
particle density of a soil is constant and it is almost 2.65 gram per cubic centimeter. അതിന്റെ ഡിഫറൻസ് പറയുന്നുണ്ട്. ഈ പാർട്ടിക്കിൾ ഡെൻസിറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ ഒരു ഗിവൺ സോയിലിന്റെ, ഒരു പർട്ടിക്കുലർ സോയിലിന്റെ പാർട്ടിക്കിൾ ഡെൻസിറ്റി എപ്പോഴും സെയിം ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് 2.6 to 2.75, 2.65 ആണ് ഇതിൽ സംഭവിക്കാറുള്ളത്. അതിപ്പം ഒരു ഓർഗാനിക് മാറ്റർ കൂടുതലുള്ള മണ്ണിലാണെങ്കിൽ കുറച്ച് കുറവായിരിക്കാം, മറ്റു മണ്ണിലാണെങ്കിൽ അവിടെ അയൺ ഓക്സൈഡ്സ് കുറയാൻ സാധ്യതയുണ്ട്. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡ്രൈ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ ആണ്. അപ്പോൾ ടോട്ടൽ വോളിയം മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എയർ സ്പേസ് ആൻഡ് ഓർഗാനിക് മെറ്റീരിയൽസ്. That's why bulk density is always less than soil particle density, and it is a good indicator of soil compaction. സോയിലിന്റെ കോമ്പാക്ഷൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ക്വാളിറ്റി ബൾക്ക് ഡെൻസിറ്റി ആണ്. കാരണം കോമ്പാക്റ്റഡ് സോയിലിന്റെ ബൾക്ക് ഡെൻസിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. അതുപോലെ അത് ലെസ് കോമ്പാക്ട് ആണെങ്കിൽ അത് കുറച്ചുകൂടി കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ സോയിലിന്റെ കോമ്പാക്ഷൻ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈലി വേരിയബിൾ ആണ് ഫോർ എ ഗിവൺ സോയിൽ. പക്ഷെ ഒരു ഗിവൺ സോയിലിന് പാർട്ടിക്കിൾ ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ബൾക്ക് ഡെൻസിറ്റി പാർട്ടിക്കിൾ തമ്മിലുള്ള മാറ്റമായിട്ട് ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൾക്ക് ഡെൻസിറ്റി. ഒരു ഫൈൻ ടെക്സ്റ്റേർഡ് സോയിൽസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ ബൾക്ക് ഡെൻസിറ്റി എപ്പോഴും കുറവായിരിക്കും. ഫൈൻ ടെക്സ്റ്റേർഡ് മീൻസ് ക്ലേ കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ ബൾക്ക് ഡെൻസിറ്റി കുറയും. അതായത് സാൻഡി സോയിൽസ് അല്ലെങ്കിൽ എന്താ പറയുക കോഴ്സർ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള സോയിൽസിന്, സാൻഡി സോയിൽസിനൊക്കെ ബൾക്ക് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അത് മനസ്സിലാക്കണം. അതുപോലെ പൊറോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കമ്പൈൻഡ് വോളിയം ഓഫ് സോളിഡ്സ് ആൻഡ് പോർ സ്പേസ്. അതുകൊണ്ട് സോയിൽസ് വിത്ത് ഹൈ പോർ സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ടോട്ടൽ വോളിയം കൂടും, അതുകൊണ്ട് തന്നെ ബൾക്ക് ഡെൻസിറ്റി കുറയും. അപ്പൊ പൊറോസിറ്റി കൂടുന്നതനുസരിച്ച് ബൾക്ക് ഡെൻസിറ്റി കുറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ പോറിന്റെ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ബൾക്ക് ഡെൻസിറ്റി കൂടും. ഇനി ഓർഗാനിക് മാറ്റർ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ പൊറോസിറ്റി എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ബൾക്ക് ഡെൻസിറ്റി കുറയും. അതുപോലെ സോയിൽ മാനേജ്മെന്റ് ആൻഡ് ക്രോപ്പ് ഒക്കെ വരുന്ന സമയത്ത് ബൾക്ക് ഡെൻസിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ബൾക്ക് ഡെൻസിറ്റിയും പാർട്ടിക്കിൾ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടേം ഈസ് പൊറോസിറ്റി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സോയിൽ പൊറോസിറ്റി മീൻസ് ഇറ്റ് ഈസ് ദി പെർസെന്റേജ് ഓഫ് എ സോയിൽ ദാറ്റ് ഈസ് പോർ സ്പേസ്. അതായത് എത്ര നമ്മുടെ സോയിലിന്റെ വോളിയത്തിൽ എത്ര വോളിയമാണ് അതിന്റെ പോർ സ്പേസ് അല്ലെങ്കിൽ വോയിഡ്സ് എന്ന് പറയുന്നതാണ് പൊറോസിറ്റി. ആവറേജ് സോയിലിന്റെ പൊറോസിറ്റി പറയുന്നത് 50% ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സാധാരണ ഒരു ടിപ്പിക്കൽ സോയിൽ വോളിയത്തിൽ 50% ആണ് പൊറോസിറ്റി. അതിൽ 25% എയറും 25% വാട്ടറുമാണ് കാണുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സാൻഡി സോയിലും ക്ലേ സോയിലും എടുത്തു കഴിഞ്ഞാൽ ഏതിലാണ് ടോട്ടൽ പൊറോസിറ്റി ഉണ്ടാവുക? എപ്പോഴും മനസ്സിലാക്കേണ്ടത് ക്ലേ സോയിലിനാണ് ടോട്ടൽ പൊറോസിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ദാൻ സാൻഡി സോയിൽസ്. പക്ഷേ ഈ പോഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ലാർജർ പോഴ്സ്, മാക്രോ പോഴ്സും മൈക്രോ പോഴ്സും. മാക്രോ പോഴ്സ് സാൻഡി സോയിൽ കൂടുതലുണ്ടാവും, പക്ഷെ മൈക്രോ പോഴ്സ് കൂടുതലുണ്ടാവുക ക്ലേയിലാണ്. ഈ മൈക്രോ പോഴ്സ് എല്ലാം കൂടി എടുക്കുമ്പോൾ വളരെ കൂടുതലുള്ളത് കൊണ്ട് ക്ലേ സോയിലാണ് ടോട്ടൽ പൊറോസിറ്റി, രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ പൊറോസിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ക്ലേ സോയിലാണ്. ഇനി മറ്റൊരു കാര്യം, ഈ ബൾക്ക് ഡെൻസിറ്റിയും പാർട്ടിക്കിൾ ഡെൻസിറ്റിയും കിട്ടുകയാണെങ്കിൽ അതിൽ നമുക്ക് പൊറോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പെർസെന്റേജ് പൊറോസിറ്റി ഈസ് ഈക്വൽ ടു 1 മൈനസ് ബൾക്ക് ഡെൻസിറ്റി ബൈ പാർട്ടിക്കിൾ ഡെൻസിറ്റി ഇൻറ്റു 100. ആ ഒരു റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇവിടെ നമ്മൾ ഈ സോയിൽ പൊറോസിറ്റിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. നമുക്കറിയാം പല ടൈപ്പ് പോർസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് പോർസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോപോർസ് ആണ്. ഇത് ഓർത്തിരിക്കുക, അതിന്റെ സൈസ് ലെസ് ദാൻ 0.1 മൈക്രോമീറ്റർ ആണ്. മില്ലിമീറ്റർ അല്ല, മൈക്രോമീറ്റർ ഇൻറ്റു 10⁻⁻⁶ മീറ്റർ. അതാണ് ക്രിപ്റ്റോപോർസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വെള്ളം വളരെ ടൈറ്റ്, ആ വെള്ളം പ്ലാന്റ്സിന് കിട്ടുകയില്ല. ഈ ക്രിപ്റ്റോപോർസിലുള്ള വെള്ളം പ്ലാന്റ്സിന് കിട്ടുകയില്ല 0.1 മൈക്രോമീറ്റർ താഴെയാണെങ്കിൽ. മൈക്രോ പോഴ്സ് എന്ന് പറയുന്നത് 0.1 to 75 മൈക്രോമീറ്റർ ആണ്. 75 മൈക്രോമീറ്റർ അല്ലെങ്കിൽ 0.075 മില്ലിമീറ്റർ. ഈ 0.075 അല്ലെങ്കിൽ 0.06 എന്നൊക്കെ പറയാറുണ്ട് അപ്രോക്സിമേറ്റ്ലി. അത്രയും സൈസുള്ള മില്ലിമീറ്റർ, അതിനേക്കാൾ സൈസ് കുറഞ്ഞ പോഴ്സിനെയാണ് മൈക്രോ പോഴ്സ് പറയുന്നത്. പക്ഷെ 0.1 മൈക്രോമീറ്ററിനേക്കാളും കുറയാൻ പാടില്ല. അങ്ങനെ അതിന് രണ്ടിനും ഇടയിലുള്ള സൈസാണ് ഉള്ള പോഴ്സിനെയാണ് മൈക്രോ പോഴ്സ് എന്ന് പറയുന്നത്. അതാണ് പ്ലാന്റ് അവൈലബിൾ വാട്ടർ അവിടെയാണ് കാണുന്നത്. പ്ലാന്റ് അവൈലബിൾ വാട്ടർ ഈസ് സീൻ ഇൻ മൈക്രോപോഴ്സ്. അതിന്റെ സൈസ് 0.1 to 75 മൈക്രോമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.06 മില്ലിമീറ്ററിനേക്കാൾ താഴെയുള്ള പോഴ്സ്. 0.06 മില്ലിമീറ്ററിനേക്കാളും കൂടിയ സൈസുള്ള അല്ലെങ്കിൽ 0.075 മില്ലിമീറ്ററിനേക്കാളും കൂടിയ സൈസുള്ള പാർട്ടിക്കിൾ പോഴ്സിനെയാണ് മാക്രോ പോഴ്സ് പറയുന്നത്. മാക്രോ പോഴ്സ് സൈസ് ഈസ് മോർ ദാൻ 75 മൈക്രോമീറ്റർ അല്ലെങ്കിൽ 0.075 മില്ലിമീറ്റർ. അത് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയാൻ പറ്റും. അതിനാണ് മാക്രോ പോഴ്സ് എന്ന് പറയുന്നത്. മാക്രോ പോഴ്സ് ആർ ജനറലി എയർ ഫിൽഡ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽസ് നോക്കുമ്പോൾ ക്ലേ സോയിൽസിന് സ്മോളർ പോഴ്സ് ആണുള്ളത്,
പക്ഷെ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് മോർ ടോട്ടൽ പോർ സ്പേസ് ദാൻ ദി സാൻഡ്സ്. അപ്പൊ അത് ഏറ്റവും ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക, ഓരോ പോർസിന്റെയും സൈസും അതിലുണ്ടാകുന്ന അതിന്റെ കാര്യങ്ങളും. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോറോസിറ്റി എന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ക്ലേ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ക്ലേ സോയിൽസ് ഹാവ് മോർ പോറോസിറ്റി ദാൻ സാൻഡി സോയിൽസ്. പിന്നെ ഓർഗാനിക് മാറ്റർ കൂടുതലാണെങ്കിൽ പോറോസിറ്റി കൂടുന്നുണ്ട്, കാരണം സ്ട്രക്ചർ നന്നാവും, ഇടയിലുള്ള പോറോസിറ്റി സ്മോൾ പോർസ് വളരെയധികം കൂടും. പിന്നെ കൾട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് പോറോസിറ്റി കുറയാറുണ്ട്. ടില്ലേജ് ഓപ്പറേഷൻസ് സാധാരണ പോറോസിറ്റി കൂടാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മുടെ ആ ഒരു തേർഡ് part of the presentation is also over. Now let us about the soil fertility. I think next we shall discuss about soil colloids. That's also an important chapter in the soil science, soil colloids. നമ്മൾ ഏകദേശം പകുതി ആയിരിക്കുകയാണ്. നമ്മുടെ ഇനിയിപ്പം ഒരു അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ സോയിൽ കൊളോയിഡ്സും പിന്നെ അതിന്റെ സോയിൽ ഫെർട്ടിലിറ്റി വാല്യൂ, പ്രോബ്ലം സോയിൽസ് ഓഫ് കേരള, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ടൈമിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. സംശയങ്ങൾ അവസാനം പറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സോ സോയിൽ കൊളോയിഡ്സ്, ഇത് ഈ സോയിലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് തുടങ്ങിയത് നമ്മൾ റോക്കാണ്. സോയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇനീഷ്യൽ സംഭവങ്ങൾ, റോക്സ്, മിനറൽസ്, പിന്നെ അതിന്റെ വെതറിങ് നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിച്ചത് സോയിലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതിലാണ് പാർട്ടിക്കിൾ ഡെൻസിറ്റി, ബൾക്ക് ഡെൻസിറ്റി, സോയിൽ ക്രസ്റ്റിംഗ്, സോയിൽ കൺസിസ്റ്റൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പഠിക്കണമെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിലാണ്. ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിന്റെ കാരണം എന്ന് പറയുന്നത് ഈ സോയിലിൽ ഉണ്ടാകുന്ന വളരെ ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. നമുക്കറിയാം, ഒരു വെതറിങ് നടക്കുമ്പോൾ കെമിക്കൽ, ആദ്യം ഫിസിക്കൽ വെതറിങ് നടക്കും, പിന്നെ കെമിക്കൽ വെതറിങ് നടക്കും, അത് ബയോളജിക്കൽ വെതറിങ്. ഇതെല്ലാ വെതറിങ് നടന്ന അവസാനം ഉണ്ടാകുന്ന ഏറ്റവും ഫൈനർ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ് സോയിൽ കൊളോയിഡ്സ്. അതാണ് ഏറ്റവും വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള മണ്ണിന്റെ ഫ്രാക്ഷൻ പറയുന്നത്. അതിനെയാണ് സോയിൽ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആ സോയിൽ കൊളോയിഡ്സ് പല ടൈപ്പ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നും മണ്ണിൽ അതെങ്ങനെയാണ് നമ്മുടെ മണ്ണിന്റെ ഫെർട്ടിലിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ സോയിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോയിൽ കൊളോയിഡ്സ്, അത് വളരെ കുറഞ്ഞ പാർട്ടിക്കിൾസ്. അതായത് നമുക്കറിയാം സാൻഡ്, സിൽറ്റ്, ക്ലേ. അതിൽ ക്ലേ എന്ന് പറയുന്ന ആണ് ഏറ്റവും ഫൈനർ പാർട്ടിക്കിൾസ്. ആ ക്ലേയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സൈസ്ഡ് പാർട്ടിക്കിൾസിനെയാണ് ഈ കൊളോയിഡ്സ് പറയുന്നത്. അതാണ് ഏറ്റവും റിയാക്റ്റീവ് ഫ്രാക്ഷൻസ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്ക് എപ്പോഴാണ് നമ്മൾ കൊളോയിഡ് എന്ന് പറയുന്നത്? അതായത് ഒരു പാർട്ടിക്കിളിന്റെ സൈസ് 10 to 2000 ആങ്സ്ട്രോം സൈസ് ആയിരിക്കുമ്പോഴാണ് അതിനെ കൊളോയിഡ് എന്ന് പറയുന്നത്. 10 to 2000 ആങ്സ്ട്രോം, അത് നമ്മൾ ഓർത്തിരിക്കണം. 10 ആങ്സ്ട്രോം to 2000 ആങ്സ്ട്രോം. 1 ആങ്സ്ട്രോം ഈസ് 10⁻⁻10 മീറ്റർ ആണ്. നമ്മൾ മൈക്രോമീറ്ററിൽ പറയുകയാണെങ്കിൽ 0.001 to 0.2 മൈക്രോമീറ്റർ. അത്രയും ചെറിയ സൈസുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും മാക്സിമം സൈസ് പറഞ്ഞത് 0.2 മൈക്രോൺ ആണ്. 0.2 മൈക്രോൺ. 0.2 മൈക്രോൺ 0.002 മില്ലിമീറ്റർ. ക്ലേയുടെ സൈസ് 0.002 മില്ലിമീറ്റർ ആണ്. അതിനേക്കാളും എന്താ പറയാ 10 ഇത് സൈസ് കുറവുള്ളത്, 10 മടങ്ങ് സൈസ് കുറവാണ്. 0.002 മില്ലിമീറ്റർ, 1/10 അത്രയും വരുന്ന ഒരു സൈസ് കുറയുമ്പോഴാണ് നമ്മൾ അതിനെ കൊളോയിഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലേയുടെ തന്നെ എല്ലാ ക്ലേ പാർട്ടിക്കിൾസും ഈ കൊളോയിഡ് ആവുന്നില്ല എന്ന് പറയണം. അതിന് കുറച്ച് കുറച്ച് പ്രാവശ്യം ഒഴിവാക്കുമ്പോഴാണ് കൊളോയിഡ് ആവുന്നത്. 0.002 മില്ലിമീറ്റർ സൈസിനേക്കാളും കുറഞ്ഞ സൈസുള്ള പാർട്ടിക്കിൾസിനെയാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ സോയിൽ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഈ മണ്ണിൽ നമുക്ക് ഇത്രയും സൈസ് പറഞ്ഞ പാർട്ടിക്കിൾസ് മണ്ണിലുണ്ട്. അത് 2 ടൈപ്പ് ഉണ്ട്, ഇനോർഗാനിക് കൊളോയിഡ്സും ഓർഗാനിക് കൊളോയിഡ്സും. നമുക്ക് ഓർഗാനിക് കൊളോയിഡ്സ് എന്ന് പറയുന്നതാണ് മണ്ണിൽ കാണപ്പെടുന്ന ഓർഗാനിക് കൊളോയിഡ്സ് ആണ് ഹ്യൂമസ്. ഇനോർഗാനിക് കൊളോയിഡ്സ് ആണ് ഈ ക്ലേ, മിനറൽസ് എന്ന് പറയുന്നത്. അത് രണ്ടും എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനോർഗാനിക് കൊളോയിഡ്സ് തന്നെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം, ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ആയിട്ട് വളരെ കൃത്യമായിട്ട്
ഈ ആറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്ന കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. കൃത്യമായ ഷേപ്പും സ്ട്രക്ചറൊക്കെ കാണപ്പെടുന്നതാണ് ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. അതാണ് ക്ലേ മിനറൽസ്. അമോർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനോർഗാനിക് തന്നെയാണ്, പക്ഷെ അതിന് കൃത്യമായി അറേഞ്ച്ഡ് ഒന്നുമില്ല. അതാണ് സെസ്കി ഓക്സൈഡ്സും മറ്റ് മിനറൽസ് ഒക്കെ. അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അതിനു മുന്നേ ഈ സോയിൽ കൊളോയിഡ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഓരോ കൊളോയിഡ്സിനും ഒരു പർട്ടിക്കുലർ ഷേപ്പാണ് ഉണ്ടാവുക. അത് എക്സാമ്പിൾ ആണ് കയോളിനൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഷേപ്പ് ഹെക്സഗണലാണ്. മോറിലോണൈറ്റ് എന്ന് പറയുന്ന മിനറൽ ഉണ്ട്, കൊളോയിഡ് ഉണ്ട്. അതിന്റെ ഷേപ്പ് ഫ്ലേക്സ് ആണ്. ഹ്യൂമസ് ഷേപ്പ് വേരിയബിൾ ആണ്. ഹലോയിസൈറ്റ് റോഡ് ഷേപ്പാണ്. ജസ്റ്റ് അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി അറിയാൻ വേണ്ടിയാണ്. അതുപോലെ സൈസും സർഫസ് ഏരിയയും നോക്കുക. അത് അതർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഈ കൊളോയിഡ്സിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സൈസ് വളരെ എക്സ്ട്രീംലി സ്മോൾ ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൊളോയിഡ്സ് ആർ എക്സ്ട്രീംലി സ്മോൾ ഇൻ സൈസ്. അത് 0.02 മില്ലിമീറ്ററെക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ആണ് കൊളോയിഡ്സ് പറയുന്നത്. പക്ഷെ ഇതിന്റെ സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. അതായത് ഇറ്റ് റേഞ്ചസ് ഫ്രം 10 മീറ്റർ സ്ക്വയർ പെർ ഗ്രാം ടു മോർ ദാൻ 800 മീറ്റർ സ്ക്വയർ പെർ ഗ്രാം. അത്രയും സർഫസ് ഏരിയ ആണ് അതിനുള്ളത്. 10 മുതൽ 800 വരെ മീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ് അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അത്രയും വലിയ സർഫസ് ഏരിയ ആണ് ഉണ്ടാവുക. പാർട്ടിക്കിൾ സൈസ് വളരെ കുറയുന്നതനുസരിച്ച് കൂടും. അതുകൊണ്ടാണ് ആ അത്രയും ചെറിയ പാർട്ടിക്കിൾസ് വളരെ റിയാക്റ്റീവ് ആയിട്ട് മാറുന്നത്. അതുപോലെ അതിന്റെ ഇലക്ട്രിക്കൽ ചാർജ്, ഈ ഓരോ കൊളോയിഡ്സിനും ചാർജുകൾ ഉണ്ടായിരിക്കും. ആ ചാർജ് ഉള്ളത് കൊണ്ടാണ് മണ്ണ് വളരെ റിയാക്റ്റീവ് ആയിട്ട് മാറുന്നത്. ആ ചാർജ് എന്ന് നെഗറ്റീവ് ചാർജോ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജോ ആയിരിക്കും. സോയിൽ കൊളോയിഡ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. പക്ഷെ ആസിഡ് മണ്ണുകളിലൊക്കെ കുറച്ച് പോസിറ്റീവ് ചാർജുകളും കാണാറുണ്ട്. അല്ലാത്ത എല്ലാ മണ്ണിലും തന്നെ നെഗറ്റീവ് ചാർജാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുക. മറ്റൊരു പ്രത്യേകതയാണ് അഡ്സോപ്ഷനും അതുപോലെ തന്നെ ഡീസോപ്ഷനും. ഡീസോപ്ഷനും മണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കാരണം ഈ അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽസ് അല്ലെങ്കിൽ മിനറൽ അയോൺസ് മണ്ണിലേക്ക് പറ്റിപ്പിടിച്ച് കിടക്കുന്നതിനാണ് നമ്മൾ അഡ്സോപ്ഷൻ പറയുന്നത്. അതിന് കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദി ചാർജ്. ഈ കൊളോയിഡ്സിന് ചാർജ് ഉള്ളത് കൊണ്ട് ഓപ്പോസിറ്റ് ചാർജ് അയോൺസിന് അവിടെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് അഡ്സോപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കാറ്റയോൺസ് നമുക്കറിയാം പോസിറ്റീവ്ലി അതിൽ അയോൺസ് ആണ്. സോഡിയം അയോൺസ്, കാൽസ്യം അയോൺസ്, മഗ്നീഷ്യം അയോൺസ്, അതൊക്കെ കാറ്റയോൺസ് ആണ്. അതെല്ലാം മണ്ണിൽ എവിടെയാണ് പോകുന്നത്? മണ്ണിലെ ഈ നെഗറ്റീവ് ചാർജുള്ള ഭാഗങ്ങളാണ് പോകുന്നത്. അങ്ങനെ ആ ഒരു ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ അഡ്സോപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 2 അയോണിക് ഡബിൾ ലെയർ ഉണ്ടാവും. കാരണം നമുക്കറിയാം മണ്ണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ചാർജുകളാണ് ഈ പോസിറ്റീവ് ചാർജ്. അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും 2 ചാർജ് വരുന്നതുകൊണ്ട് 2 ലെയർ ആയിട്ട് കാണപ്പെടും. അതിനാണ് നമ്മൾ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ വേറെ പ്രത്യേകമാണ് ഫ്ലോക്കുലേഷൻ. ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേഷൻ ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് ഫ്ലോക്കുലേഷൻ. അതെങ്ങനെ സംഭവിക്കുന്നത്? ഈ ക്ലേ പാർട്ടിക്കിൾസ് ചാർജ് ഉണ്ട്. ചാർജ് ഉള്ള സമയത്ത് ഒരിക്കലും സെയിം ചാർജ് ആണെങ്കിൽ അതൊരിക്കലും ഒരുമിച്ച് വരില്ല. നമുക്കറിയാം സെയിം ചാർജ് എപ്പോഴും റിപ്പൽ ചെയ്യും. ആ ചാർജ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ ഒരുമിച്ച് വരികയും അത് നല്ലൊരു ഘടന, മണ്ണിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫ്ലോക്കുലേഷൻ സംഭവിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ചാർജുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ ചാർജ് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ചാർജ് അയോൺസ് മണ്ണിൽ ഉണ്ടാവണം. നമുക്കറിയാം മണ്ണിന് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ഈ നെഗറ്റീവ് ചാർജ് മണ്ണിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഫ്ലോക്കുലേറ്റ് ചെയ്യില്ല. അപ്പൊ നെഗറ്റീവ് ചാർജ് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺസ് മണ്ണിൽ ഉണ്ടാവണം. മണ്ണിൽ ന്യൂട്രിയൻസ് ഉണ്ടാവണം. അതായത് കാൽസ്യവും മഗ്നീഷ്യവും പോലെയുള്ള പോസിറ്റീവ് ചാർജ് കാറ്റയോൺസ് മണ്ണിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന നെഗറ്റീവ് ചാർജ് ഇല്ലാതാവുകയും മണ്ണുകൾ തമ്മിൽ നന്നായിട്ട് ബൈൻഡ് ചെയ്ത് മണ്ണിന്റെ സ്ട്രക്ചർ മെച്ചപ്പെടുകയും ചെയ്യും. അങ്ങനെ ചാർജ് ന്യൂട്രലൈസ് ആയി എല്ലാ ക്ലേ പാർട്ടിക്കിൾസും ഒരുമിച്ച് വരുന്ന ആ ഒരു ഫെനോമിനെയാണ് നമ്മൾ ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ ഫ്ലോക്കുലേഷൻ അഗ്രികൾച്ചറിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതാണ് സ്റ്റേബിൾ അഗ്രിഗേറ്റ്സ് അല്ലെങ്കിൽ നല്ല ഘടന ഉണ്ടാക്കുന്നത്. അങ്ങനെ നല്ല ഘടന ഉണ്ടെങ്കിലേ മണ്ണിൽ നന്നായിട്ട് വായു സഞ്ചാരവും അതുപോലെ ബാക്കിയുള്ള വാട്ടർ മൂവ്മെന്റ് ഒക്കെ നന്നായിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് ഫ്ലോക്കുലേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഓഫ് ദി സോയിൽ കൊളോയിഡ്. അതിന് നേരെ ഓപ്പോസിറ്റ് സാധനമാണ് ഡീഫ്ലോക്കുലേഷൻ. അതായത് മൺതരികളൊക്കെ തന്നെ അകന്നകന്ന് പോവുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ മൺതരികളൊക്കെ തന്നെ അകന്നകന്ന് പോയി കഴിഞ്ഞാൽ ഒരു ബാഡ് സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഈ പൊറോസിറ്റിയിലൊക്കെ അത് എന്ത് ചെയ്യും? അത് ബ്ലോക്ക് ആക്കും. ഒരു കണ്ടിന്യൂസ് പൊറോസിറ്റി ഉണ്ടാവുകയില്ല. എയറേഷനും അതുപോലെ തന്നെ ഡ്രെയിനേജും ഒക്കെ തന്നെ അഫക്ട് ചെയ്യും. അങ്ങനെ ഒരു പുവർ സ്ട്രക്ചറായിട്ട് മാറും. അങ്ങനെ മൺതരികൾ തമ്മിൽ അകന്നകന്ന് പോകുന്നതിനെയാണ് നമ്മൾ ഡീഫ്ലോക്കുലേഷൻ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന് കാരണം മണ്ണിലുള്ള ചാർജ് ന്യൂട്രലൈസ് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ്. നെഗറ്റീവ് ചാർജ് അവിടെ നിൽക്കുന്നതാണ്. അങ്ങനെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നെഗറ്റീവ് ചാർജ് അവിടെ ഉണ്ടാവാനുള്ള കാരണം പോസിറ്റീവ് ചാർജ് അയോൺസ് അവിടെ കാര്യമായിട്ട് ആ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഫോർ എക്സാമ്പിൾ, ഈ സോഡിയം പോലെയുള്ള ഹൈലി ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കാറ്റയോൺസ് മണ്ണിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് വലിയ സൈസ് വളരെ കൂടുതലാണ്.
സൈസ് കൂടുതലുള്ള അയോൺസിന് അധികമായിട്ട് മണ്ണിലേക്ക് നിൽക്കാൻ പറ്റില്ല. അത് മണ്ണിലെ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ബാക്കിയുള്ള കാറ്റയോൺസിനെ പ്രിവെന്റ് ചെയ്യും. ഇപ്പൊ സോഡിയം എന്ന വലിയൊരു കാറ്റയോൺ അവിടെ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാറ്റയോൺസിന് അങ്ങോട്ട് വരാൻ പറ്റാതിരിക്കുകയും അങ്ങനെ മണ്ണിലെ ചാർജ് ന്യൂട്രലൈസ് ആവാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പരസ്പരം ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലേ പാർട്ടിക്കിൾസ് അതിന്റെ ചാർജ് കാരണം അത് അങ്ങോട്ട് റിപ്പൽ ആവുകയും അതുകൊണ്ട് അത് ഡിസ്പേഴ്സ്ഡ് ആയി പോവുകയും ചെയ്യും. അതിനെയാണ് ഡീഫ്ലോക്കുലേഷൻ പറയുന്നത്. അപ്പൊ ഡീഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്പേർഷൻ ഓഫ് സോളൈഡൽ പാർട്ടിക്കിൾസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഹൈഡ്രേറ്റഡ് മോണോവാൽഡ് കാറ്റയോൺസ് ലൈക്ക് സോഡിയം. അതാണ് ആൽക്കലി സോയിലിൽ ഡീഫ്ലോക്കുലേഷൻ സംഭവിക്കുന്ന കാരണം. അപ്പൊ അവിടെ സോഡിയത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? കാൽസ്യം ഇട്ട് കൊടുക്കുക, ജിപ്സം പോലുള്ള അയോൺസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മണ്ണ് വീണ്ടും ഫ്ലോക്കുലേഷൻ നടന്നിട്ട് നല്ല സ്ട്രക്ചർ ആയിട്ട് മാറും. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഓഫ് ക്ലേ കൊളോയിഡ്സ് ആണ്, ഫ്ലോക്കുലേഷൻ ആൻഡ് ഡീഫ്ലോക്കുലേഷൻ. So that's about the properties of colloids. Now let us discuss in detail about the two types of colloids. That means inorganic colloids and organic colloids. മണ്ണിൽ കാണപ്പെടുന്ന കൊളോയിഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇനോർഗാനിക് ആണ്, മറ്റത് ഓർഗാനിക് ആണ്. ഇനോർഗാനിക് ക്ലേ കൊളോയിഡ്സ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. സിലിക്കേറ്റ് ക്ലേസ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ഇനോർഗാനിക് ക്ലേ കൊളോയിഡ് ആണ്. നല്ല വ്യക്തമായ ഒരു സ്ട്രക്ചറൽ പാറ്റേണിലാണ് പോവുക, ഷേപ്പ് ഉണ്ടാവും. അയൺ അലുമിനിയം ഓക്സൈഡ്സും അലോഫൈനും അങ്ങനെ കൃത്യമായ സ്ട്രക്ചർ ഉണ്ടാവില്ല. അതുകൊണ്ട് ദേ ആർ അമോർഫസ് ഇനോർഗാനിക് കൊളോയിഡ് എന്ന് പറയും. ഇനോർഗാനിക്കിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട്, ക്രിസ്റ്റലൈനും അമോർഫസും. ക്രിസ്റ്റലൈൻ എക്സാമ്പിൾ ആണ് ലെയർ സിലിക്കേറ്റ് ക്ലേസ്. അമോർഫസിന് എക്സാമ്പിൾ ആണ് അയൺ ആൻഡ് അലുമിനിയം ഓക്സൈഡ്സും അലോഫൈനും. ഇനി നമുക്ക് ഈ ക്ലേ ലെയർ സിലിക്കേറ്റ് ക്ലേ മെറ്റലിന്റെ ഒരു സ്ട്രക്ചറെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാ സിലിക്കേറ്റ് ക്ലേ മെറ്റൽസിന്റെയും ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് സിലിക്കൺ ടെട്രാഹെഡ്രൺ ആണ്. അതായത് ഒരു സിലിക്കൺ സെൻട്രൽ ഉണ്ടാവും, അതിന് ചുറ്റും 4 ഓക്സിജൻ. അതാണ് സിലിക്കൺ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു 4 സൈഡഡ് കോൺഫിഗറേഷനെയാണ് നമ്മൾ സിലിക്കൺ ടെട്രാഹെഡ്രൽ പറയുന്നത്. ഈ ടെട്രാഹെഡ്രൻ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുമിച്ച് വരുമ്പോൾ അതൊരു ടെട്രാഹെഡ്രൽ ഷീറ്റ് ആയിട്ട് മാറും, സിലിക്കൺ ടെട്രാഹെഡ്രൽ ഷീറ്റ്. അതുപോലെ അലൂമിനിയം ഒക്ടാഹെഡ്രൻ ഉണ്ടാവുന്നുണ്ട്. കാരണം അലൂമിനിയം ചുറ്റും 6 ഓക്സിജൻ നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു 8, അതായത് 6 സൈഡും 2 താഴെ ഉണ്ടാവും. അങ്ങനെ 8 സൈഡുള്ള ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുക. അതിന് നമ്മൾ അലൂമിനിയം ഒക്ടാഹെഡ്രൻ എന്ന് പറയും. അലൂമിനിയം ഒക്ടാഹെഡ്രൻ. ഈ ഒക്ടാഹെഡ്രൽ അലൂമിനിയത്തിന് പകരം മഗ്നീഷ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ട്രൈ ഒക്ടാഹെഡ്രൽ എന്ന് പറയും. അലൂമിനിയം ആണുള്ളതെങ്കിൽ ഡൈ ഒക്ടാഹെഡ്രൽ എന്നും മഗ്നീഷ്യം ആണുള്ളതെങ്കിൽ ട്രൈ ഒക്ടാഹെഡ്രൽ എന്നും പറയും. അത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ഓഫ് ക്ലേ മിനറൽസ്. നമ്മുടെ മണ്ണിൽ ഈ പറയുന്ന പാറ പൊടിയുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സ്, അതിന്റെ ഒരു മിക്സിംഗ് ആണ് നടക്കുന്നത്. അതായത് അലൂമിനിയത്തിന്റെയും സിലിക്കണിന്റെയും ഓക്സൈഡ്സ് ആണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ സിലിക്കൺ ആണെങ്കിൽ സിലിക്കൺ ടെട്രാഹെഡ്രൽ ആയിട്ടാണ് കാണുന്നത്. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം ഒക്ടാഹെഡ്രൽ ആയിട്ട് കാണപ്പെടും. ഇതാണ് ഒരു ബേസിക് സംഭവം. എന്നിട്ട് ഈ ഒക്ടാഹെഡ്രൽ യൂണിറ്റ്സുകൾ പരസ്പരം ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒക്ടാഹെഡ്രൽ ഷീറ്റും, ടെട്രാഹെഡ്രൽ യൂണിറ്റ്സ് ഒരുമിച്ച് വരുമ്പോൾ ടെട്രാഹെഡ്രൽ ഷീറ്റും ഉണ്ടാവും. ഈ ടെട്രാഹെഡ്രൽ ഷീറ്റും ഒക്ടാഹെഡ്രൽ ഷീറ്റും മണ്ണിൽ അറേഞ്ച് ചെയ്തതനുസരിച്ചാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലേ മിനറൽസ് ഉണ്ടാകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ബേസിക് സ്ട്രക്ചർ, സിലിക്കൺ ടെട്രാഹെഡ്രനും അലൂമിനിയം ഒക്ടാഹെഡ്രനും. ഈ ടെട്രാഹെഡ്രൻ ലേയേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ ടെട്രാഹെഡ്രൽ ഷീറ്റും, ഒക്ടാഹെഡ്രൽ ലേയേഴ്സ് യൂണിറ്റ്സ് ഒരുമിച്ച് വരുമ്പോൾ ഒക്ടാഹെഡ്രൽ ഷീറ്റും ഉണ്ടാകും. അതിന്റെ ഒരു അറേഞ്ച്മെന്റ് അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിലിക്കേറ്റ് ക്ലേ മിനറൽസ് മണ്ണിൽ ഉണ്ടാകുന്നുണ്ട്. ആദ്യം 1:1 ടൈപ്പ് ആണ്. ഈ 1:1 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സിലിക്കൺ ടെട്രാഹെഡ്രൽ ഷീറ്റ് കമ്പൈൻഡ് വിത്ത് 1 ഒക്ടാഹെഡ്രൽ ഷീറ്റ്. അതിനെയാണ് നമ്മൾ 1:1 ടൈപ്പ് ക്ലേ മിനറൽ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് കയോളിനൈറ്റും ഹലോയിസൈറ്റും ഒക്കെ. ഇനി 2:1 ടൈപ്പ് ക്ലേ മിനറൽസ് ഉണ്ടാവാറുണ്ട്. ഈ 2:1 എന്ന് പറഞ്ഞാൽ 2 എന്താണ് ടെട്രാഹെഡ്രലും 1 ഒക്ടാഹെഡ്രലും എന്ന രീതിയിലാണ് വരുന്നത്. 2 ടെട്രാഹെഡ്രലും 1 ഒക്ടാഹെഡ്രലും എന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ, എന്ന രീതിയിൽ അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ 2:1 ടൈപ്പ് എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ ആണ് മോറില്ലോനൈറ്റ്, ഇല്ലൈറ്റ്, വെർമിക്കുലൈറ്റ്, ടാൽക്. അതൊക്കെ 2:1 ടൈപ്പ് ക്ലേ മിനറൽസ് ആണ്. ഇനി മറ്റൊരു ടൈപ്പാണ് 2:1:1 അല്ലെങ്കിൽ 2:2. അത് ഒരു 2:1 ലെയർ ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു 1 ഒക്ടാഹെഡ്രൻ കൂടി അഡീഷണൽ വരും. അതിനാണ് 2:1:1 അല്ലെങ്കിൽ 2:2 പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ക്ലോറൈറ്റ്. അങ്ങനെ 3 ടൈപ്പ് ക്ലേ മിനറൽസ് ആണ് നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് ഉണ്ടാവുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, 1:1 ടൈപ്പ് എന്ന് പറഞ്ഞാൽ 1 ടെട്രാഹെഡ്രലും 1 ഒക്ടാഹെഡ്രലും ഷീറ്റ്. അങ്ങനെയാണ് അതിന്റെ ഒരു, അത് അങ്ങനെ റിപ്പീറ്റ് വരും. അതിന് എക്സാമ്പിൾ ആണ് കയോളിനൈറ്റ്, ഹലോയിസൈറ്റ്. ഇനി 2:1 ടൈപ്പ് എന്ന് പറഞ്ഞാൽ 2 ടെട്രാഹെഡ്രലും നടുക്ക് 1 ഒക്ടാഹെഡ്രലും ഉണ്ടാവും. അപ്പൊ എന്താണ് ടെട്രാഹെഡ്രൽ? ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ ഓക്സൈഡ് ലെയർ ആണ്. സിലിക്കണും 4 ഓക്സൈഡും വരുന്നതാണ് ടെട്രാഹെഡ്രൽ. അങ്ങനത്തെ 2 ലെയറും ഒക്ടാഹെഡ്രൽ നടുക്ക് വരും. ഒക്ടാഹെഡ്രൽ പറഞ്ഞാൽ അലൂമിനിയം ഓക്സിജൻ, അതാണ്.
അങ്ങനെ വരുന്നതാണ് 2:1 ടൈപ്പ്. അതിന് എക്സാമ്പിൾസ് ആണ് മോൺമോറിലനൈറ്റും ഇല്ലൈറ്റും വെർമിക്കുലൈറ്റും ടാൽക്കും. ഇനി 2:2 അല്ലെങ്കിൽ 2:1 പറഞ്ഞാൽ ഒരു 2:1 ഉണ്ടാകും, അതായത് 2 ടെട്രാഹെഡ്രലും ഒരു ഒക്ടാഹെഡ്രലും. അതിന്റെ കൂടെ വീണ്ടും ഒരു ഒക്ടാഹെഡ്രലോട് വരുന്നതാണ് 2:1 അല്ലെങ്കിൽ ക്ലോറൈറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് എക്സാമ്പിൾ കയോളിനേറ്റ് ആണ്. കയോളിനൈറ്റ് എന്ന് പറഞ്ഞാൽ 1:1 ടൈപ്പ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 1:1 ടൈപ്പ് മിനറൽ ആണ്. അതായത് 1 സിലിക്കൺ ടെട്രാഹെഡ്രൽ ഷീറ്റ് കമ്പൈൻഡ് വിത്ത് 1 അലുമിനിയം ഒക്ടാഹെഡ്രൽ ഷീറ്റ്. അതാണ് നമ്മൾ കയോളിനൈറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ടെട്രാഹെഡ്രൽ ഷീറ്റും ഒക്ടാഹെഡ്രൽ ഷീറ്റും തമ്മിൽ ഒരുമിക്കുന്നത് ഓക്സിജൻ ആറ്റം കൊണ്ടാണ്. അതുപോലെ ഓരോ പിന്നെ അങ്ങനെ 1:1 ലെയറിലെ പിന്നെ വീണ്ടും റിപ്പീറ്റ് വരും. അങ്ങനെ ഒരു 1:1 ലെയർ വേറൊരു 1:1 ലെയറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതായത് ക്രിസ്റ്റൽ യൂണിറ്റ്സ് തമ്മിൽ ബൈൻഡ് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതിന്റെ ഇൻട്രാ ലെയർ ആണ് ഓക്സിജൻ ആറ്റം വരുന്നത്. ഇന്റർ ലെയർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അത് ഓർത്തിരിക്കുക. ഓരോ യൂണിറ്റ് 1:1 ടൈപ്പ് പിന്നീട് വീണ്ടും റിപ്പീറ്റ് വരും. ഈ ഓരോ ഒരു 1:1 ടൈപ്പ് വേറൊരു 1:1 ടൈപ്പായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെയാണ്. അപ്പൊ കയോളിനൈറ്റിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെന്നുള്ള ഓർത്തിരിക്കുക. അതുപോലെ മോൺമോറിലോനൈറ്റ് പറയുന്നത് സ്പെക്ടൈറ്റ്. ഈ 2:1 ടൈപ്പ് മിനറൽസിന് എക്സാമ്പിൾ ആണ് മോൺമോറിലോനൈറ്റ്. അത് നമ്മൾ സ്പെക്ടൈറ്റ് എന്നും പറയും. അതിന് കാരണം എക്സ്പാൻഡിങ് ടൈപ്പ് ഓഫ് മിനറൽസ് ആണ്. 2:1 ടൈപ്പ് മിനറൽസ് എപ്പോഴും എക്സ്പാൻഡ് ചെയ്യും. അത് എന്തുകൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്യാൻ കാരണം? ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. കയോളിനൈറ്റിൽ നമുക്കറിയാം ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മോറിലോനൈറ്റിൽ ഈ 2:1 ലെയേഴ്സിന് ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. അവിടെ വീക്ക് ഓക്സിജൻ ബോണ്ടിങ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളം കയറുന്നതുകൊണ്ടാണ് അത് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. ഇതാണ് നമുക്ക് ബ്ലാക്ക് സോയിൽസ് സ്വെല്ല് ചെയ്യാനുള്ള കാരണം. വെള്ളം വരുന്ന സമയത്ത് അത് സ്വെല്ല് ചെയ്യുകയും വെള്ളം പോകുന്ന സമയത്ത് അത് സ്രിങ്ക് ചെയ്ത് ഈ വിണ്ട് കയറി ആ ഒരു ക്രാക്സ് ഉണ്ടാവാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇവിടെ പാലക്കാടൊക്കെ ഉള്ള കാണുന്ന മണ്ണ് ബ്ലാക്ക് മിനറൽ ആണ് മോറിലോനൈറ്റ്. അത് എക്സ്പാൻഡിങ് ടൈപ്പ് സ്പെക്ടൈറ്റിക് മിനറൽ ആണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the two units are linked together by weak oxygen bonding. അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അസിഡിക് സോയിലിൽ കാണപ്പെടുന്ന മിനറൽ എന്ന് പറയുന്നത് കയോളിനൈറ്റ് ആണ്. കയോളിനൈറ്റ് ഈസ് എ 1:1 ടൈപ്പ് മിനറൽ. അവിടെ ക്രിസ്റ്റൽ യൂണിറ്റ്സ് തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അത് വളരെ സ്ട്രോങ് ബോണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ അത് എക്സ്പാൻഡ് ചെയ്യില്ല. അപ്പൊ ആ ഒരു ഡിഫറൻസ് എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. 1:1 ടൈപ്പ് മിനറൽ കയോളിനൈറ്റ്, ദാറ്റ് ഇസ് എ നോൺ എക്സ്പാൻഡിങ് മിനറൽ because of hydrogen bonding. And moonmorillonite is a 2:1 type mineral. It is an expanding type of mineral because of the weak oxygen bonding in between two units. അത് ഓർത്തിരിക്കുക. പിന്നെയുള്ള ഇല്ലൈറ്റ് ആണ്. ഇല്ലൈറ്റ് ഈസ് എ 2:1 നോൺ എക്സ്പാൻഡിങ് ടൈപ്പ് മിനറൽ ആണ്. ഇത് 2:1 ടൈപ്പ് മിനറൽ ആണ് ഇല്ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് മോൺമോറിലൈറ്റ് പോലെ എക്സ്പാൻഡിങ് അല്ല. മോൺമോറിലൈറ്റ് ഈസ് എ 2:1 ടൈപ്പ് എക്സ്പാൻഡിങ് മിനറൽ. ഇല്ലൈറ്റ് എന്ന് പറയുന്നത് it is a 2:1 non-expanding type. ആ ഡിഫറൻസ് ഉണ്ടാക്കുക ഇല്ലൈറ്റ്. Why it is non-expanding? Because of the presence of potassium. ഇവിടെ പൊട്ടാസ്യം അയോൺസ് ഉണ്ട്. പൊട്ടാസ്യം അയോൺസ് ഇന്റർ ലെയറിൽ ഉള്ളത് കൊണ്ടാണ് ഇല്ലൈറ്റ് നോൺ എക്സ്പാൻഡിങ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഇവിടെ അത് എഴുതിയിട്ടില്ല, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇല്ലൈറ്റ് ഈസ് എ 2:1 നോൺ എക്സ്പാൻഡിങ് ടൈപ്പ് മിനറൽ because of the presence of potassium ions. Kyolinite is a 1:1 type non-expanding mineral because of the presence of hydrogen bonding. Illite is a 2:1 non-expanding type of mineral because of the presence of potassium. And moonmorillonite is a 2:1 type expanding mineral because of the absence of such strong bonds. അത് അവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. അത് ഒരു വീക്ക് ഓക്സിജൻ ബോണ്ടിങ് ഉള്ളൂ. അതുകൊണ്ടാണ് മോൺമോറിലനൈറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇല്ലൈറ്റും കയോളിനൈറ്റും എക്സ്പാൻഡ് ചെയ്യില്ല. പിന്നെ ഇല്ലൈറ്റിന് വേറൊരു പേരുണ്ട്, ഹൈഡ്രസ് മൈക്ക. കാരണം മൈക്കയിൽ വെള്ളം കയറിയിട്ടാണ് അത് ഇല്ലൈറ്റ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇല്ലൈറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹൈഡ്രസ് മൈക്ക. പിന്നെ ഇവിടെ നമ്മൾ ഡിഫറൻറ്റ് ഈ കയോളിനൈറ്റും മോൺമോറിലൈറ്റും ഇല്ലൈറ്റും ഡിഫറൻസ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ടൈപ്പ് നമുക്ക് മനസ്സിലായി. 1:1 ആണ് കയോളിനൈറ്റ്, 2:1 എക്സ്പാൻഡിങ് ആണ് മോൺമോറിലൈറ്റ്, ഇല്ലൈറ്റ് പറയുന്നത് 2:1 നോൺ എക്സ്പാൻഡിങ് ആണ്. പിന്നെ അതിന്റെ ഷേപ്പ്, കയോളിനൈറ്റ് ഹെക്സഗണൽ ആണ്, മോൺമോറിലൈറ്റ് ഫ്ലേക്സ് ആയിട്ടാണ് കാണുന്നത്, ഇല്ലൈറ്റ് അഗെയിൻ ഫ്ലേക്സ് ആണ്. പിന്നെ ഇന്റർ ലെയർ സ്പേസിംഗ് എന്ന് പറയുന്നത് കയോളിനൈറ്റിൽ അത് അപ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്. രണ്ട് 1:1 ലെയറിന് ഇടയിൽ ഉണ്ടാകുന്ന സ്പേസ് എന്ന് പറയുന്നത് 7.2 ആങ്സ്ട്രോം, അത്രേ ഉള്ളൂ. കാരണം അത് അധികം എക്സ്പാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ മോൺമോറിലൈറ്റ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇന്റർ ലെയർ സ്പേസിംഗ് കൂടുതലാണ്, 14 ആങ്സ്ട്രോം ആണ്, 14. ഇല്ലൈറ്റിൽ ഇൻ ബിറ്റ്വീൻ ആണ്, 10 ആങ്സ്ട്രോം ആണ്. അതുപോലെ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി ആണ്. ഇത് രണ്ടിന്റെയും ഈ മൂന്ന് മിനറലിന്റെയും സിഇസി സെന്റിമോൾസ് പ്രോട്ടോൺ പെർ കിലോഗ്രാം. അതെന്താണല്ലോ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ എമൗണ്ട് കയോളിനൈറ്റിൽ 2 to 5 ആണ്,
മോൺമോർലൈറ്റിൽ 80 to 120 ആണ്, ഇല്ലൈറ്റിൽ 15 to 40 ആണ്. അത് ഓർത്തിരിക്കുക. പിന്നെ മറ്റ് നമ്മൾ അവസാനം പറഞ്ഞ ഇന്റർലെയർ ബോണ്ടിങ്, കയോളിനൈറ്റിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്, മോൺമോർലൈറ്റിൽ ഓക്സിജൻ ബോണ്ടിങ് ആണ്, വീക്ക് ഓക്സിജൻ ബോണ്ടിങ് ആണ്. ഇല്ലൈറ്റിൽ വീക്ക് ഓക്സിജൻ ബോണ്ടിങ് ആണെങ്കിൽ പോലും അവിടെ ഒരു പൊട്ടാസ്യം അയോൺസ് വരുന്നത് കൊണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്യില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ക്ലോറൈറ്റ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ 2:1:1 ടൈപ്പ് മെറ്റൽ ആണ്, അല്ലെങ്കിൽ 2:2 എന്ന് പറയും. എന്താ കാരണം? ഇതൊരു 2:1 ലെയർ ഉണ്ട്, അതിന് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു ഒക്ടാഹെഡ്രൽ ഷീറ്റ് ഉണ്ട്. അതിൽ മഗ്നീഷ്യം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഒക്ടാഹെഡ്രൽ ഷീറ്റ് ആണ്, അതിവിടെ ഒരു ട്രൈ ഒക്ടാഹെഡ്രൽ ഷീറ്റ് എന്ന് പറയും. അങ്ങനെ 2:1:1 എന്ന് പറയും. ദാറ്റ് ഇസ് കോൾഡ് ക്ലോറൈറ്റ്. ഇറ്റ് ഇസ് അഗൈൻ നോൺ എക്സ്പാൻസീവ് ആണ്, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ്സ് ഓൾ അബൌട്ട് ക്ലോറൈറ്റ്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലേ മിനറൽസ്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് ഇനോർഗാനിക് കൊളോയിഡ്സ് ആണ്. മണ്ണിലുള്ള ഇനോർഗാനിക് കൊളോയിഡ്സ്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ആർ ദർ. ക്രിസ്റ്റലൈൻ ആയിട്ടുള്ളതാണ് ലെയർ സിലിക്കേറ്റ് മിനറൽസ്, അതിൽ 1:1, 2:1, 2:2 ടൈപ്പ് ഉണ്ട്. അതുപോലെ അമോർഫസ് ആയിട്ടുള്ള ഇനോർഗാനിക് കൊളോയിഡ്സ് ഉണ്ട്, അതാണ് അയൺ ഓക്സൈഡ്സും അതുപോലെ തന്നെ അലോഫെയിൻ. ഓക്കെ, ഇനി ഓർഗാനിക് കൊളോയിഡ്സ് എന്നാണ് നോക്കാം. ഓർഗാനിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ ഹ്യൂമസ് ആണ്. നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ഹ്യൂമസ്. അതിൽ നമ്മൾ മറ്റേ ഇനോർഗാനിക് കൊളോയിഡ്സിലൊക്കെ സിലിക്കൺ, അലൂമിനിയം അതാണ് ഉണ്ടാവുക. പക്ഷെ അതിന് പകരം ഓർഗാനിക് കൊളോയിഡ്സിൽ ഉണ്ടാവുക കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. കാരണം ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഓർഗാനിക് മാറ്റർ. അതിന്റെ സർഫസ് ഏരിയ വളരെ കൂടുതലാണ്, 900 m²/g ആണ്. അതുപോലെ അതിന്റെ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറയുന്നത് 150 to 300 cm/kg ആണ്. അതുപോലെ ചാർജ് എന്ന് പറയുന്നത് pH ഡിപ്പെൻഡന്റ് ആണ്. അതെന്താണെന്നുള്ളത് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പറയണമെങ്കിൽ ആദ്യം എങ്ങനെയാണ് ഈ ചാർജ് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു മണ്ണിൽ ചാർജ് ഉണ്ടാകുന്നുണ്ട്, നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഇനോർഗാനിക് കൊളോയിഡ്സിലും ഓർഗാനിക് കൊളോയിഡ്സിലും ഒക്കെ തന്നെ ഈ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് പറയണമെങ്കിൽ 2 ടൈപ്പ് ചാർജുകൾ ഉണ്ടാകുന്നുണ്ട് മണ്ണിൽ. ഒന്ന് പെർമനന്റ് ചാർജ് എന്ന് പറയും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ചാർജ് എന്ന് പറയും. മറ്റൊരു ചാർജ് ടെമ്പററി ചാർജ് എന്ന് പറയും, അല്ലെങ്കിൽ വേരിയബിൾ ചാർജ് എന്നാണ് പറയുക. അതെന്താണ്? ഈ പെർമനന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേറൊരു പേര് pH ഇൻഡിപെൻഡന്റ് ചാർജ് എന്നാണ്. അതായത് pH മാറുന്നതനുസരിച്ച് മാറാത്ത ചാർജാണ് പെർമനന്റ് ചാർജ്. ടെമ്പററി ചാർജ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ചാർജ് ആണ്. അത് pH മാറുന്നതനുസരിച്ച് മാറും, അല്ലെങ്കിൽ ദാറ്റ് ഈസ് pH ഡിപ്പെൻഡന്റ് ചാർജ് എന്ന് പറയും. എന്താണ് പെർമനന്റ് ചാർജ്? പെർമനന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോമോർഫസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചാർജാണ് പെർമനന്റ് ചാർജ്. അത് ഒരു അയോണിന് പകരം വേറൊരു അയോൺ വരികയാണ്. അയോൺ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് അനദർ അയോൺ ഓഫ് കമ്പയറബിൾ സൈസ്. ദാറ്റ് ഈസ് കോൾഡ് ഐസോമോർഫസ് സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്ത് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ചാർജിനെയാണ് പെർമനന്റ് ചാർജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പോസിറ്റീവ് ആണ് അലൂമിനിയം. അലൂമിനിയം മീൻസ് 3 പോസിറ്റീവ് ആണ്. സിലിക്കൺ എന്ന് പറയുന്നത് 4 പോസിറ്റീവ് ആണ്. ഈ സിലിക്കണിന് പകരമായിട്ട് അലൂമിനിയം വരികയാണെങ്കിൽ, അതായത് 4 പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് ഒരു 3 പോസിറ്റീവ് ആയിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ആ സ്ട്രക്ചറിൽ ഒരു എക്സസ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. കാരണം അവിടെ പോസിറ്റീവ് ചാർജ് കുറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഇനി അതിന് പകരം നമ്മുടെ മണ്ണിൽ, നമ്മുടെ ക്ലേ മിനറലിൽ മഗ്നീഷ്യം ഉണ്ടാകും, മഗ്നീഷ്യം 2+. ആ മഗ്നീഷ്യം 2+ന് പകരമാണ് അലൂമിനിയം 3+ വരുന്നതെങ്കിലോ അവിടെ പോസിറ്റീവ് ചാർജ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു നെറ്റ് പോസിറ്റീവ് ഉണ്ടാവും. അങ്ങനെ ഈ ഏകദേശം സിമിലർ ആയിട്ടുള്ള അയോൺസ് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർമനന്റ് ചാർജ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ചാർജ് ഡെവലപ്ഡ് ബൈ ഐസോമോർഫസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് പെർമനന്റ് ചാർജ്. ഇതിന് പെർമനന്റ് ചാർജ് പറയാനുള്ള കാരണം ഈ ചാർജിന് pH-മായിട്ട് യാതൊരു ബന്ധവുമില്ല. മണ്ണിലെ ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ മാറുന്നതോ കൂടുന്നതോ ഒന്നും ഈ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ പെർമനന്റ് ചാർജ് എന്നാണ് പറയുക, ഓർ കോൺസ്റ്റന്റ് ചാർജ് എന്ന് പറയും. ഇനി എന്താണ് ടെമ്പററി ചാർജ്? ടെമ്പററി ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന്റെ pH മാറുന്നതനുസരിച്ച് മണ്ണിന്റെ ചാർജ് മാറാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു pH ലോ ആണെങ്കിൽ ഹൈഡ്രജൻ അയോൺസ് കൂടുതലായിരിക്കും, അതായത് H+ കൂടും. ഈ H+ മണ്ണിൽ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ചാർജ് പോസിറ്റീവ് ആയിട്ട് മാറും. അങ്ങനെ പോസിറ്റീവ് ചാർജസ് ആർ ഡെവലപ്ഡ് അറ്റ് ലോ pH. അതിനെ നമ്മൾ ഒരു വേരിയബിൾ ചാർജ് എന്ന് പറയും, അല്ലെങ്കിൽ pH ഡിപ്പെൻഡന്റ് ചാർജ് എന്ന് പറയും. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ pH കൂടുകയാണെങ്കിൽ ഹൈഡ്രോക്സിൽ അയോൺസ് ആണ് കൂടുക, അല്ലെ, OH-. അപ്പൊ നെഗറ്റീവ് ചാർജാണ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? pH ഡിപ്പെൻഡന്റ് ചാർജ് പറയും. അങ്ങനെ ലോ pH പോസിറ്റീവ് ചാർജും ഹൈ pH നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ വേരിയബിൾ ചാർജ്, അല്ലെങ്കിൽ ടെമ്പററി ചാർജ്,
അല്ലെങ്കിൽ pH ഡിപ്പെൻഡന്റ് ചാർജ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ക്ലേ മിനറൽസിൽ ഉണ്ടാകാം, അതല്ലെങ്കിൽ ഹ്യൂമസിലും ഉണ്ടാകാം. ഹ്യൂമസിലും ഇതുപോലെ ഈ പറയുന്ന ഹൈഡ്രജൻ അയോൺസ് പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടോ അവിടെ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ pH ഡിപ്പെൻഡന്റ് ചാർജ് ആയതുകൊണ്ട് അതിനെ വേരിയബിൾ അല്ലെങ്കിൽ ടെമ്പററി ചാർജ് ആണ് പറയുക. അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത് അയോൺ എക്സ്ചേഞ്ച് ആണ്. വാട്ട് ഈസ് അയോൺ എക്സ്ചേഞ്ച്? നമ്മുടെ മണ്ണ് വളരെ ഫെർട്ടൈൽ ആയിട്ട് മാറാനുള്ള കാരണമാണ് അയോൺ എക്സ്ചേഞ്ച്. അയോൺ എക്സ്ചേഞ്ച് പറഞ്ഞാൽ മൺതരികളിലുള്ള അയോൺസ് മണ്ണിലെ വെള്ളത്തിലേക്കും പിന്നീട് മണ്ണിലെ വെള്ളത്തിൽ നിന്ന് പ്ലാന്റ് റൂട്ട്സിലേക്കും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയാണ് അയോൺ എക്സ്ചേഞ്ച് പറയുന്നത്. അത് കാറ്റയോൺസും എക്സ്ചേഞ്ച് ചെയ്യാം, ആനയോൺസും എക്സ്ചേഞ്ച് ചെയ്യാം. അതായത് മൺതരികൾ, നമ്മുടെ മണ്ണിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് സർഫസിൽ നമുക്കറിയാം അഡ്സോർപ്ഷൻ നടന്നിട്ട് കുറെ അയോൺസ് ഉണ്ട്, കാറ്റയോൺസ് ഒക്കെ അഡ്സോർബ് ചെയ്യുന്നുണ്ട്. ആ കാറ്റയോൺസ് ഒക്കെ തന്നെ മണ്ണിലെ വെള്ളത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയാണ് അയോൺ എക്സ്ചേഞ്ച് പറയുന്നത്. അതായത് അഡ്സോർപ്ഷന്റെ ഒരു പ്രോസസ്സാണ്. അഡ്സോർപ്ഷനും ഡീസോർപ്ഷനും ആണ് നടക്കുന്നത്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺതരികളിലേക്ക് ഈ പറയുന്ന അയോൺസ് അക്യുമുലേറ്റ് ചെയ്യാണ്. അതിനെയാണ് അഡ്സോർപ്ഷൻ പറയുന്നത്. പിന്നീട് ഈ മൺതരികളിൽ നിന്നും മണ്ണിലെ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്നതിനെയാണ് ഡീസോർപ്ഷൻ പറയുന്നത്. ഇത് രണ്ടും നടക്കുന്നതിനെയാണ് നമ്മൾ അയോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് അയോൺസ് വേണമെങ്കിൽ മണ്ണിലെ വെള്ളത്തിൽ നിന്നും മൺതരികളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ മൺതരികളിൽ നിന്ന് തിരിച്ച് മണ്ണിലെ വെള്ളത്തിലേക്കും എക്സ്ചേഞ്ച് ചെയ്യപ്പെടാം. ആണ് അഡ്സോർപ്ഷനും ഡീസോർപ്ഷനും. അത് രണ്ടിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് അയോൺ എക്സ്ചേഞ്ച്. ഈ അയോൺ എക്സ്ചേഞ്ചിൽ ഇൻവോൾവ് ആണത് കാറ്റയോൺ ആണെങ്കിൽ കാറ്റയോൺ എക്സ്ചേഞ്ച് എന്ന് പറയും. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് കാറ്റയോൺസ്. ആ കാറ്റയോൺസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നെങ്കിൽ അതിനെ കാറ്റയോൺ എക്സ്ചേഞ്ച് എന്നും, ആനയോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് അയോൺസ് ആണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നെങ്കിൽ അതിനെ ആനയോൺ എക്സ്ചേഞ്ച് എന്നും പറയും. നമുക്കറിയാം ഈ എക്സ്ചേഞ്ചബിൾ കാറ്റയോൺസ് നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് എക്സ്ചേഞ്ചബിൾ അയോൺ? മൺതരികളിൽ നിന്നും മണ്ണിലെ വെള്ളത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന അയോണുകളെയാണ് എക്സ്ചേഞ്ചബിൾ അയോൺ പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാറ്റയോൺ എന്ന് പറയുന്നത് കാൽസ്യമാണ്. കാൽസ്യം ഈസ് ദി മോസ്റ്റ് ഡൊമിനന്റ് എക്സ്ചേഞ്ചബിൾ കാറ്റയോൺ ഇൻ സോയിൽ. പക്ഷെ ജനറലി അങ്ങനെയാണെങ്കിൽ പോലും വളരെ വലിയ അസിഡിക് സോയിൽസിൽ അത് അലൂമിനിയം ആയിരിക്കും. ഇൻ വെരി സ്ട്രോങ് അസിഡ് സോയിൽസ് അലൂമിനിയം ഈസ് ദി ഡൊമിനന്റ് എക്സ്ചേഞ്ചബിൾ അയോൺ. അതർവൈസ് കാൽസ്യം ഈസ് ദി ഡൊമിനന്റ് എക്സ്ചേഞ്ചബിൾ അയോൺ ഇൻ നോർമൽ സോയിൽസ്. ഇനി ആൽക്കലി സോയിൽ ആണെങ്കിലോ, ആൽക്കലി സോയിലിൽ സോഡിയം ബിക്കംസ് ഡൊമിനന്റ്. ഇനി ആനയോൺസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ ആനയോൺസ് ആർ സൾഫേറ്റ്, ക്ലോറൈഡ് ആൻഡ് ബൈകാർബണേറ്റ്. ഇനി ഇതിന്റെ എക്സ്ചേഞ്ച് കൂടെ പറയുകയാണെങ്കിൽ കാറ്റയോൺ എക്സ്ചേഞ്ച്, ദി പ്രോസസ് ഓഫ് റീപ്ലേസ്മെന്റ് ഓഫ് കാറ്റയോൺസ് അഡ്സോർബ്ഡ് ഓൺ എക്സ്ചേഞ്ച് കോംപ്ലക്സ് ബൈ അതർ ആറ്റയോൺസ് ഈസ് കോൾഡ് കാറ്റയോൺ എക്സ്ചേഞ്ച്. ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയൊക്കെയാണ്? സോയിൽ സൊല്യൂഷനും എക്സ്ചേഞ്ച് കോംപ്ലക്സും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ പ്ലാന്റ് റൂട്ട്സും സോയിൽ സൊല്യൂഷനും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് കോംപ്ലക്സും പ്ലാന്റ് റൂട്ട്സും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെയൊക്കെ കാറ്റയോൺസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഈ പവർ ഓർ റീപ്ലേസ്മെന്റ് ഓഫ് കാറ്റയോൺ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മണ്ണിൽ പല കാറ്റയോൺസ് ഉണ്ടാവും. അതിൽ ഏറ്റവും പവർ ഉള്ളത് ഏത് കാറ്റയോൺ ആണ്? ഹൈഡ്രജൻ അയോൺസ് ആണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. ഹൈഡ്രജൻ അയോൺസും അലൂമിനിയം 3+ഉം. കാരണം ട്രൈവാലന്റ് ആയിട്ടുള്ള അലൂമിനിയത്തിന്റെ അതേ കപ്പാസിറ്റിയാണ് ഹൈഡ്രജനുള്ളത്. അപ്പൊ ഹൈഡ്രജനും അലൂമിനിയമാണ് ഏറ്റവും നന്നായിട്ട് മറ്റ് കാറ്റയോൺസ് റീപ്ലേസ് ചെയ്യാൻ കഴിവുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കാൽസ്യം, പിന്നെ മഗ്നീഷ്യം, അത് കഴിഞ്ഞ് പൊട്ടാസ്യം, അമോണിയം. ഏറ്റവും കഴിവ് കുറവുള്ളതാണ് സോഡിയം. സോഡിയം ഏറ്റവും അവസാനം മാത്രമേ അതുള്ളൂ. പക്ഷെ കോൺസെൻട്രേഷൻ വരുന്ന സമയത്ത് അതിന്റെ ഇത് മാറാൻ സാധ്യതയുണ്ട്. എങ്കിലും ജനറലി ഈ ഒരു സീരീസിലാണ്, ഇതിന്റെ ലയോട്രോപിക് സീരീസ് എന്നാണ് പറയുക. ആ ഒരു രീതിയിലാണ് അയോൺസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. അതായത് മണ്ണിലിപ്പോൾ എല്ലാ അയോൺസ് ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പോയി മണ്ണിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് ഹൈഡ്രജനും അലൂമിനിയം ആയിരിക്കും. അത് കഴിഞ്ഞാൽ കാൽസ്യം, പിന്നെ മഗ്നീഷ്യം, പിന്നെ പൊട്ടാസ്യം, പിന്നെ അമോണിയം. ഏറ്റവും ലീസ്റ്റ് പവറാണ് സോഡിയത്തിന്. ഇനി ഈ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മണ്ണിന്റെ കഴിവിനെയാണ് കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി പറയുന്നത്. എത്രത്തോളം കാറ്റയോൺസ് മണ്ണിനെ പിടിച്ചെടുത്താൻ പറ്റും, അല്ലെങ്കിൽ മണ്ണിനെ വിട്ടുതരാൻ പറ്റും, ആ കഴിവിനെയാണ് നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി പറയുന്നത്. അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? മില്ലി ഇക്വാലൻസ് ഓഫ് കാറ്റയോൺസ് പെർ 100 gram ഓഫ് സോയിൽ. അതാണ് അതിന്റെ യൂണിറ്റ്. അല്ലെങ്കിൽ സെന്റിമോൾസ് ഓഫ് പ്രോട്ടോൺസ് പെർ കിലോഗ്രാം സോയിൽ. ആ രീതിയിൽ രണ്ട് രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. മില്ലി ഇക്വാലൻസ് പെർ 100 gram അല്ലെങ്കിൽ സെന്റിമോൾസ് പെർ കിലോഗ്രാം. എത്ര കാറ്റയോൺസ് ഉണ്ട്. ശരിക്കും അത് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ മണ്ണിലെ നെഗറ്റീവ് ചാർജിന്റെ അളവാണെന്ന് പറയാൻ പറ്റും. കാരണം എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. അപ്പം ആ രീതിയിൽ എത്ര നെഗറ്റീവ് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി കൂടും. അപ്പൊ എത്ര മില്ലി ഈക്വലൻസ് ഓഫ് കാറ്റയോൺസ് ആണ് ആ രീതിയിൽ ഒരു 100 gram മണ്ണിൽ അഡ്സോർബ് ചെയ്യാൻ പറ്റുന്നത്? അതിനെയാണ് മണ്ണിന്റെ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി പറയുന്നത്. അതിന്റെ പുതിയ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് സെന്റിമോൾസ് പ്രോട്ടോൺസ് പെർ കിലോഗ്രാം എന്നും എക്സ്പ്രസ് ചെയ്യാം. രണ്ടും സെയിം ആണ്.
മില്ലി ഇക്വാലൻസ് പെർ 100 ഗ്രാം അല്ലെങ്കിൽ സെന്റിമോൾസ് പെർ കിലോഗ്രാം. രണ്ടും സെയിം ആണ്. അതാണ് കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ആനയോൺ എക്സ്ചേഞ്ച്. ഇവിടെ നമ്മൾ കാറ്റയോൺസ് കാര്യം പറഞ്ഞു. ആനയോൺസ് ആണ് എടുക്കുന്നതെങ്കിൽ എത്ര ആനയോൺസ് അല്ലെങ്കിൽ എത്ര നെഗറ്റീവ് ചാർജ് അയോൺസ് മണ്ണിൽ അബ്സോർബ് ചെയ്യപ്പെടും, അതിന്റെ അളവിനെയാണ് ആനയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി അല്ലെങ്കിൽ ആനയോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ആനയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി ഈസ് മെഷേർഡ് ഇൻ മില്ലി ഇക്വാലൻസ് ഓഫ് ആനയോൺസ് പെർ 100 ഗ്രാം ഓഫ് സോയിൽ. അങ്ങനെയാണ് അതിന്റെ എക്സ്പ്രഷൻ പറയുന്നത്. ജനറലി ഈ ആനയോൺ എക്സ്ചേഞ്ച് പറയുന്നത് വളരെ കൂടുതൽ ആസിഡ് സോയിലാണ്. കാരണം ആസിഡ് സോയിലാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. പോസിറ്റീവ് ചാർജ് വരുമ്പോഴാണല്ലോ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ആനയോൺസിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആസിഡ് സോയിലാണ് ഏറ്റവും കൂടുതൽ ആനയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി ഉണ്ടാവുക. ആസിഡ് സോയിൽസ് ഇൻ ട്രോപ്പിക്കൽ സോയിൽസ് containing hydrous oxides of aluminum and iron exhibit higher anion exchange capacity. ഇനി ഈ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കഴിവ്, ആനയോൺസിന്റെ കഴിവ് നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രിഫറൻസ്, നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഹൈഡ്രജൻ ആണ്, അതുപോലെ അലുമിനിയം ആണ്. അതുപോലെ ആനയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആനയോൺ എന്ന് പറയുന്നത് സിലിക്കേറ്റ് ആണ്. സിലിക്കേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫോസ്ഫേറ്റ്, അത് കഴിഞ്ഞാൽ സൾഫേറ്റ്, പിന്നെ നൈട്രേറ്റും ക്ലോറൈഡും ആണ്. അതാണ് അതിന്റെ ആനയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റിയുടെ, അതിന്റെ ആനയോൺ എക്സ്ചേഞ്ചിന്റെ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ പറയുന്നത് ആ രീതിയിലാണ്. ഏറ്റവും പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടുക സിലിക്കേറ്റ് ആണ്, പിന്നീട് ഫോസ്ഫേറ്റ്, പിന്നീട് സൾഫേറ്റ്, പിന്നെ നൈട്രേറ്റ്. അതാണ് അതിന്റെ ഓർഡർ. അപ്പോൾ അതോടുകൂടി നമ്മൾ അതിന്റെ ആ ഒരു പോർഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണ്. അടുത്ത ഡിസ്കഷൻ പറയുന്നത് നമ്മൾ സോയിൽ ഓർഗാനിക് മാറ്റർ ആണ്. അതും ഈ ഒരു ഫാം ഓഫീസറുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. സോയിൽ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒറിജിൻ എവിടുന്നാണ് നമുക്കറിയാം. പ്ലാന്റ് ടിഷ്യൂസ് ആണ്, ലീവ്സ്, റൂട്ട്സ് ആൻഡ് ലെഫ്റ്റ് ഔട്ട്സ് ഓഫ് ഹാർവസ്റ്റ് ക്രോപ്സ് ആണ്. ആനിമൽസ് ആണ് പിന്നീട് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കോമ്പോസിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ സോയിൽ ഓർഗാനിക് മാറ്ററിന്റെ കോമ്പോസിഷൻ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 75% വാട്ടർ ആണ്. ഓർഗാനിക് മാറ്ററിന്റെ 75% വാട്ടർ ആണ്. ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത് 25% ആണ്. അത് ഓർത്തിരിക്കുക. 75% വാട്ടർ ആൻഡ് 25% ഡ്രൈ മാറ്റർ. ഇനി ഈ ഡ്രൈ മാറ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 25% ഡ്രൈ മാറ്റർ നോക്കുകയാണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. 60% കാർബോഹൈഡ്രേറ്റ്, 25% ലിഗ്നിൻ, 5% വാക്സസ്, ഫാറ്റ്സ് ആൻഡ് ടാനിൻസ്, 10% പ്രോട്ടീൻസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഓർഗാനിക് മാറ്ററിലെ ഡ്രൈ മാറ്റർ പോർഷനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് കഴിഞ്ഞാൽ ലിഗ്നിൻ ആണ്, പിന്നെ പ്രോട്ടീൻ ആണ്, അത് കഴിഞ്ഞാൽ വാക്സസ് ആണ്. നമ്മൾ ഇതിന്റെ എലമെന്റൽ കോമ്പോസ് നോക്കുകയാണെങ്കിൽ ഓർഗാനിക് മാറ്ററിന്റെ മൊത്തം എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ എലമെന്റ്സ് ആണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെ ബാക്കിയുള്ള ന്യൂട്രിയൻസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാർബണും ഓക്സിജനും, രണ്ടും 44% ആണ്. കാർബൺ 44%, ഓക്സിജൻ 44%, ഹൈഡ്രജൻ 8%. ബാക്കിയുള്ള എല്ലാ ന്യൂട്രിയൻസും കൂടി ഒരു 8% ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ എലിമെന്റൽ കോമ്പോസിഷൻ. അതാണ് നമ്മൾ പല രീതിയിലുള്ള അതിന്റെ ഒരു കോമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഡീകമ്പോസിബിലിറ്റി ഓഫ് ഓർഗാനിക് മാറ്റർ. ഈ ഓർഗാനിക് മാറ്ററിൽ പല കോൺസ്റ്റൻസ് ഉണ്ട്. അതിന്റെ ആ ഒരു ഡീകമ്പോസിഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ് ഏറ്റവും പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നത്, ഏതാണ് ഏറ്റവും പതുക്കെ ഡീകമ്പോസ് ചെയ്യുന്നത്, ആ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നത് ഷുഗറും സ്റ്റാർച്ചും സിമ്പിൾ പ്രോട്ടീൻസുമാണ് ഏറ്റവും പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ക്രൂഡ് പ്രോട്ടീൻസ്, പിന്നെ ഹെമി സെല്ലുലോസ്, പിന്നെ സെല്ലുലോസ്, പിന്നെ ഫാറ്റ്സ് ആൻഡ് വാക്സസ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത് ലിഗ്നിൻ. അപ്പൊ ലിഗ്നിൻ ആണ് ഏറ്റവും മോസ്റ്റ് റെസിസ്റ്റന്റ് ഫ്രാക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഈസ് ലിഗ്നിൻ. ഏറ്റവും ഈസിയായിട്ട് ഡീകമ്പോസ് ഷുഗർ ആണ്. ഈ ഒരു ടേബിൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഷുഗർ, ക്രൂഡ് പ്രോട്ടീൻ, ദെൻ ഹെമി സെല്ലുലോസ്, ഫാറ്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലിഗ്നിൻ. ഇനി ഈ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്തുണ്ടാകുന്ന ഒരു സ്റ്റേബിൾ ഫ്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോർഷൻ ആണ് സോയിൽ ഹ്യൂമസ്. എന്താണ് സോയിൽ ഹ്യൂമസ്? ഇറ്റ് ഇസ് എ കോംപ്ലക്സ് ആൻഡ് റാദർ റെസിസ്റ്റന്റ് മിക്സ്ചർ ഓഫ് അമോർഫസ് ആൻഡ് കൊളോയിഡൽ ഓർഗാനിക് സബ്സ്റ്റൻസസ്. എങ്ങനെയാണ് ഉണ്ടാവുന്നത് അറിയണം. ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഒരുപാട് മോണോമേഴ്സ് ഉണ്ടാവും. അതായത് ലിഗ്നിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അത് പിന്നീട് ജോയിൻ ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ ജോയിൻ ചെയ്ത് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ പോളിമറൈസേഷൻ നടന്നിട്ടുണ്ടാകുന്ന സംഭവമാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. അതായത് പോളിഫിനോൾസും പോളിക്വിനോൺസും ഒക്കെ ഉണ്ടാകും. അതൊക്കെ തമ്മിൽ കമ്പൈൻ ചെയ്ത് അവസാനം ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റന്റ് മിക്സ്ചർ ആണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് നടന്ന് അതിന്റെ കോൺസ്റ്റൻസ് ആയിട്ടുള്ള മോണോമേഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പദാർത്ഥമാണ് ഹ്യൂമസ്. ഈ ഹ്യൂമസ് തന്നെ പല കോൺസ്റ്റൻസ് ഉണ്ട്. അതിന്റെ ഒരു ഫ്രാക്ഷൻസ് അറിഞ്ഞിരിക്കുന്നതല്ല ഹ്യൂമസിന്റെ ഫ്രാക്ഷൻസ്.
അതിൽ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അതിന് നമുക്ക് പല ടൈപ്പ് മോളിക്യൂൾസ് ഫുൾവിക് ആസിഡ്, ഹ്യൂമിക് ആസിഡ് ഒക്കെയാണ്. അതെന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഒരു ഫ്രാക്ഷൻ ഓഫ് ഹ്യൂമസ് സോലിബിൾ ഇൻ ബോത്ത് ആസിഡ് ആൻഡ് ആൽക്കലി ആണ് ഫുൾവിക് ആസിഡ്. അതേസമയം ദ ഹ്യൂമസ് ഫ്രാക്ഷൻ വിച്ച് ഇസ് ഇൻസോലിബിൾ ഇൻ ബോത്ത് ആസിഡ് ആൻഡ് ആൽക്കലി ആണ് ഹ്യൂമിൻ. അതേസമയം ദി ഫ്രാക്ഷൻ ഓഫ് ഹ്യൂമസ് സോലിബിൾ ഇൻ ആൽക്കലി ബട്ട് ഇൻസോലിബിൾ ഇൻ ആസിഡ്, അതാണ് ഹ്യൂമിക് ആസിഡ്. ഇതാണ് മേജർ ആയിട്ടുള്ള ഫ്രാക്ഷൻസ്, ഫുൾവിക് ആസിഡും ഹ്യൂമിക് ആസിഡും. പിന്നെ വീണ്ടും കുറച്ച് ഫ്രാക്ഷൻസ് ഉണ്ട്. അതായത് ഫ്രാക്ഷൻ ഓഫ് ഹ്യൂമിക് ആസിഡ് സോലിബിൾ ഇൻ ആൽക്കഹോൾ, അതാണ് ഹൈമാറ്റോ മെലാനിക് ആസിഡ്. പിന്നെ ഫ്രാക്ഷൻ ഓഫ് ഹ്യൂമിക് ആസിഡ് സോലിബിൾ ഇൻ ന്യൂട്രൽ സാൾട്ട്, അതാണ് ബ്രൗൺ ഹ്യൂമിക് ആസിഡ്. പിന്നെ ഫ്രാക്ഷൻ ഓഫ് ഹ്യൂമിക് ആസിഡ് ഇൻസോലിബിൾ ഇൻ ന്യൂട്രൽ സാൾട്ട് ഈസ് ഗ്രേ ഹ്യൂമിക് ആസിഡ്. ഇങ്ങനെ ഒരു 6 ഫ്രാക്ഷൻസ് ഉണ്ട്. അതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫുൾവിക് ആസിഡ്, ഹ്യൂമിക് ആസിഡ്, ഹൈമാറ്റോ മെലാനിക് ആസിഡ്, ബ്രൗൺ ഹ്യൂമിക് ആസിഡ് ആൻഡ് ഗ്രേ ഹ്യൂമിക് ആസിഡ്. ഇതാണ് ഫ്രാക്ഷനേഷൻ ഓഫ് ഹ്യൂമസ്. അതും ഈ ഒരു സിലബസിൽ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് മണ്ണിന്റെ ഒരു എന്താ പറയുക, ഈ സോയിൽ കൊളോയിഡ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും പിന്നെ മണ്ണിന്റെ വെതറിങ്, റോക്സ് ആൻഡ് മിനറൽസ്, ഇതൊക്കെ നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മണ്ണിന്റെ ഒരു ഈ ഒരു സോയിൽ സയൻസിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു അഡ്വാൻസ് ടെക്നോളജി ഫോർ മാനേജിങ് സോയിൽസ് അതുകൂടി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ. ഒരു ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയും. ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൂൾ ഫോർ എൻഡ് ടു എൻഡ് പ്രോസസിംഗ് ഓഫ് ഡാറ്റ യൂസിംഗ് ലൊക്കേഷൻ ഓൺ എർത്ത് സർഫസ് ആണ്. അതിൽ സ്പേഷ്യൽ ഡാറ്റ ആൻഡ് ആട്രിബ്യൂട്ട് ഡാറ്റ അത് രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മുടെ സൈറ്റ് കണ്ടുകൊണ്ട് കമ്പ്യൂട്ടറിൽ അതിന്റെ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അതിന്റെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രോസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇതാണ് GIS. വാട്ട് ഈസ് GIS? അതായത് നമ്മൾ നമ്മുടെ ഒരു ലൊക്കേഷനെ, നമ്മുടെ ഒരു ഫീൽഡിനെ നമുക്ക് നമ്മുടെ സിസ്റ്റം ഉപയോഗിച്ച് നേരിട്ട് കാണാൻ കഴിയും. അതിനുള്ളൊരു അവസരം ഒരുക്കുകയാണ് GIS. GISന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ് ലെയർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ കഴിയും. അതാണ് GIS. സോഷ്യൽ ഫാക്ടേഴ്സ്, ബയോഡൈവേഴ്സിറ്റി, നെറ്റ്വർക്ക്സ്, ലാൻഡ് യൂസ്, എൻവയോൺമെന്റൽ കൺസിഡറേഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ് GISന്റെ അഡ്വാൻറ്റേജ്. അതിൽ നമുക്ക് ഹാർഡ്വെയർ വേണം, സോഫ്റ്റ്വെയർ വേണം, ഡാറ്റ വേണം, ചെയ്യാൻ വേണ്ടി പീപ്പിൾ വേണം, അതുപോലെ മെത്തേഡ്സ് വേണം. ഇതിൽ ഹാർഡ്വെയർ കമ്പോണൻസ് ആണ് ഈ സ്കാനർ, ഡിജിറ്റൈസർ, പ്ലോട്ടർ, പ്രിന്റർ ഒക്കെ വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ, നമ്മൾ GIS സോഫ്റ്റ്വെയർ എന്നത് QGIS ആണ്, ക്വാണ്ടം GIS. അത് ഓർത്തിരിക്കുക. ഒരു ആർക്ക് GIS, അതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള GIS സോഫ്റ്റ്വെയർസ്. ആ QGIS ആണ്, ക്വാണ്ടം GIS ആണ്. അതൊരു ഫ്രീ GIS സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ആർക്ക് GIS ഉണ്ട്, പിന്നെ മാപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട്. അത് പല ടൈപ്പ് സോഫ്റ്റ്വെയർസ് ആണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം പറയാം. ഇതിന് നമ്മൾ അതിന്റെ ഒരു കോഴ്സിൽ പഠിച്ചിട്ടുണ്ട്. GIS ഡാറ്റ 2 ടൈപ്പാണ്, സ്പേഷ്യൽ ഡാറ്റയും ആട്രിബ്യൂട്ട് ഡാറ്റയും. സ്പേഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ഇൻഫർമേഷൻ ആണ്. GISന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഡാറ്റയാണ്. ഒരു ലൊക്കേഷൻ വൈസ് ഇൻഫർമേഷൻ നൽകുന്ന ഡാറ്റയാണ് സ്പേഷ്യൽ ഡാറ്റ. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ആ ഒരു സ്പേഷ്യൽ ഡാറ്റയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കി മോർ ഡിസ്ക്രിപ്റ്റീവ് ഡീറ്റെയിൽസ് ആണ് ആട്രിബ്യൂട്ട് ഡാറ്റ അല്ലെങ്കിൽ നോൺ സ്പേഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആട്രിബ്യൂട്ട് ഡാറ്റ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റയാണ്, അബൌട്ട് ദി ഫീച്ചേഴ്സ്. സ്പേഷ്യൽ ഡാറ്റ പറയുന്നത് that is about the spatial information, അതായത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. അതാണ് സ്പേഷ്യൽ ഡാറ്റ പറയുന്നത്. അത് മാപ്സ് ആണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്, സ്പേഷ്യൽ ഡാറ്റ ആൻഡ് ആട്രിബ്യൂട്ട്. അപ്പൊ സ്പേഷ്യൽ ഡാറ്റയുടെ എക്സാമ്പിൾസ് പറയുന്നത് നമ്മുടെ മാപ്പുകളും ഏരിയൽ ഫോട്ടോസും സാറ്റലൈറ്റ് ഇമേജ് ഒക്കെയാണ് സ്പേഷ്യൽ ഡാറ്റ പറയുന്നത്. ആട്രിബ്യൂട്ട് ഡാറ്റ പറയുന്നത് ബാക്കിയുള്ള റിപ്പോർട്ടിലുള്ള ബാക്കി എല്ലാ നോൺ സ്പേഷ്യൽ ഇൻഫർമേഷനുമാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ്, നമുക്ക് ഈ GIS ഓപ്പറേഷന് വേണ്ടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS. ഈ GPS ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഒരു സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഇൻഫർമേഷൻ കിട്ടും. ആ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ ഡാറ്റയും GISൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് GPS ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ GIS ഓപ്പറേഷൻ. ഇതാണ് GPSന്റെ വർക്കിംഗ്. There are 24 satellites running around orbiting around the Earth in definite orbits. ആ സാറ്റലൈറ്റ്സിന്റെ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയിലുള്ള ഓരോ സ്ഥലത്തിന്റെയും കൃത്യമായ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം.
അതിൽ കുറച്ചും കൂടി ആക്യുറസി കൂടിയ സംഭവമാണ് ഡിഫറൻഷ്യൽ GPS എന്ന് പറയും. ഡിഫറൻഷ്യൽ GPS ഒരു സാധാരണ GPS നമുക്കൊരു ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 50 മീറ്റർ ഒക്കെ സെപ്പറേഷനെ കാണിക്കുകയുള്ളൂ. അത്രയെങ്കിലും ഒരു അകലത്തിൽ കാണുന്ന രണ്ട് എൻറ്റിറ്റീസിനാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ഡിഫറൻഷ്യൽ GPS നമുക്ക് 1 മീറ്റർ വരെ ഉള്ളിലുള്ള അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. കുറച്ചും കൂടി ആക്യുറസി, കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള ഒരു GPS ആണ് ഡിഫറൻഷ്യൽ GPS. അത് നമ്മളൊരു റെഫറൻസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഡാറ്റ കുറച്ചും കൂടി ആക്യുറേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഡിഫറൻഷ്യൽ GPS. പിന്നെ ഫങ്ഷൻസ് ഓഫ് GPS എന്ന് പറയുന്നത് ഈ ഒരു ടേബിളിൽ കാണിക്കുന്ന പ്രകാരമാണ്. ജസ്റ്റ് നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഈ ഡിഫറൻഷ്യൽ GIS ഉപയോഗിച്ചുകൊണ്ട്. നമ്മുടെ ഡാറ്റ നമുക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് മോഡൽ ചെയ്യുന്നത്, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ മോഡലിംഗ്, ഓവർലേയിങ്, ബഫർ അനാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഡാറ്റയെ നമുക്ക് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് GISന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ അവസാനം അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറെ ഇമേജുകളും മാപ്പുകളും നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് അതൊക്കെ മാപ്പിന്റെയും ഇമേജിന്റെയും രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് GISന്റെ. അപ്പൊ അങ്ങനെ ഈ ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ജിയോ ഇൻഫർമാറ്റിക്സ് ഇസ് ദി കമ്പൈൻഡ് യൂസ് ഓഫ് GIS, GPS, റിമോട്ട് സെൻസിങ് ആൻഡ് ഇന്റർനെറ്റ്. അതിനെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ജിയോ ഇൻഫർമാറ്റിക്സ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ GIS, അതുപോലെ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം GPS, പിന്നെ റിമോട്ട് സെൻസിങ്, ഇന്റർനെറ്റ്, അതുപോലെ തന്നെ ഒരു വേരിയബിൾ റേറ്റ് അപ്ലിക്കേറ്റർ തുടങ്ങിയ എല്ലാ ടെക്നോളജീസും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ജിയോ ഇൻഫർമാറ്റിക്സ്. അപ്പൊ ജിയോ ഇൻഫർമാറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് GISഉം GPSഉം റിമോട്ട് സെൻസിങ്ങും ഒക്കെ വരുന്നത്. അതിനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ടെക്നോളജിയാണ് വേരിയബിൾ റേറ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഓൺ ദി ഫ്ലൈ ഡെലിവറി ഓഫ് ഫീൽഡ് ഇൻപുട്സ്. നമുക്കറിയാം നമ്മുടെ ഫീൽഡിലെ വേരിയേഷൻ വളരെ അധികം ഉള്ളതാണ്. ഫീൽഡിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ടാകും. അപ്പൊ ആ വേരിയേഷൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻപുട്സിന്റെ അപ്ലിക്കേഷൻ ക്രമീകരിക്കണം. നമ്മൾ ഫെർട്ടിലൈസർ ആയാലും ബാക്കി എന്ത് കെമിക്കൽസ് ആയാലും ഈ ഫീൽഡിലെ വേരിയേഷൻ നോക്കിയിട്ട്, ഇപ്പം ഒരുപാട് നൈട്രജൻ കൂടുതലുള്ള സ്ഥലത്ത് നൈട്രജൻ ഫെർട്ടിലൈസർ ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ പൊട്ടാസ്യം കൂടുതലെടുത്ത് പൊട്ടാസ്യം ഫെർട്ടിലൈസർ ഇടേണ്ട ആവശ്യമില്ല. വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് വെള്ളം കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ വെള്ളം കുറവുള്ള സ്ഥലത്ത് കൂടുതലിടണം. അങ്ങനെ ഒരു ഫീൽഡ് ലെവലിലുള്ള ആ മണ്ണിന്റെ പ്രത്യേകത അനുസരിച്ചുകൊണ്ട് ഓരോ ഇൻപുട്സും ഇടുന്ന ആ ടെക്നോളജിയാണ് വേരിയബിൾ റേറ്റ് ടെക്നോളജി പറയുന്നത്. അതൊരു പ്രത്യേക ഒരു വെഹിക്കിളാണെന്ന് പറയാൻ പറ്റും, ഒരു വാഹനം. ആ വാഹനത്തിന്റെ മുകളിൽ നിന്നാണ് ഒരു GPS അതുപോലെ മറ്റ് സെൻസറും ഒക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഓരോ ഫീൽഡിലെയും ആ വേരിയേഷൻ പഠിച്ചിട്ട് അതിനനുസരിച്ചുകൊണ്ട് ഇൻപുട്സ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് വേരിയബിൾ റേറ്റ് ടെക്നോളജി. അതൊരു അഡ്വാൻസ് ടെക്നോളജിയാണ്. മാപ്പ് ഉപയോഗിച്ചിട്ട് സെൻസർ ഉപയോഗിച്ചുകൊണ്ട് അത് വർക്ക് ചെയ്യും. അത് ഈ ഒരു ജിയോ ഇൻഫർമാറ്റിക്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പ്രിസിഷൻ ഫാമിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യത കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ടെക്നോളജിയാണ് ഈ GISഉം GPSഉം അതുപോലെ റിമോട്ട് സെൻസിങ്ങും ഈ വേരിയബിൾ റേറ്റ് ടെക്നോളജി എല്ലാം തന്നെ. ആ ഒരു ജസ്റ്റ് അതിന്റെ എന്താണെന്നുള്ള ഒരു പ്രിലിമിനറി കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ഈ സിലബസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതാണ് വേരിയബിൾ റേറ്റ് അപ്ലിക്കേറ്റർ. പിന്നെ GIS ഔട്ട്പുട്ട്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ GIS ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അതിന്റെ ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണ്? മാപ്പുകളും കാർട്ടോഗ്രാമും ചാർട്ട്സും ഡയറക്ഷൻസും ഒക്കെയാണ് നമുക്കത് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ GIS ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏകദേശം 8:50 എനിക്ക് 2 സ്ലൈഡ് കൂടി ഉണ്ടായിരുന്നു, പക്ഷേ തുടങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്കത് മറ്റൊരു അവസരത്തിൽ നമുക്കത് കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് സോയിൽ ഫെർട്ടിലിറ്റി ഇവാലുവേഷനും അതുപോലെ പ്രോബ്ലം സോയിൽസ് ഓഫ് കേരള, ആ 2 ചാപ്റ്റർ കൂടി കവർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അത് മറ്റൊരു അവസരത്തിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 8:50 നമുക്കത് വൈൻഡപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് സോയിലിന്റെ വെതറിങ്, പിന്നെ അതിന്റെ ഒരു ഇൻട്രഡക്ടറി ചാപ്റ്റേഴ്സ്, റോക്സ് ആൻഡ് മിനറൽസ്, സോയിലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, സോയിലിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, സോയിൽ ഓർഗാനിക് മാറ്റർ, പിന്നെ GIS. അത് വളരെ ചുരുങ്ങിയ സമയത്തിലുള്ള ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിന്റെ സെഷൻ കഴിയുന്ന സമയത്ത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിയുമെന്ന് വിചാരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സോയിൽ ഫെർട്ടിലിറ്റി ഇവാലുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം.
So thank you all.